ഹായ് മക്കളെ, ഹലോ, വെൽക്കം ടു ഡിബോർഡ്. ഇന്നലെ ലൈവ് കഴിഞ്ഞ തോതിൽ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറേ സോളജിയുടെ ഷുവർ 20 മാർക്ക് ക്വസ്റ്റ്യൻ എവിടെയാണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ആ ലൈവ്സിൻ്റെ ഒക്കെ ഇടയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാൻ വൈകിപ്പോയത്. പക്ഷേ നോക്കൂ, നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് നാളെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 20 അല്ല 30 മാർക്കിൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അതിനകത്ത് മുഴുവൻ ചാപ്റ്ററിലെയും കണ്ടന്റുകൾ അതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, ലുക്ക്, നിങ്ങൾ അടിപൊളിയായിട്ട് ധൈര്യമായിട്ട് പഠിച്ചോളൂ. ഇനിയും സമയമുണ്ട്, എക്സാം എടുക്കുന്നത് വരെ ഇഷ്ടം പോലെ സമയമുണ്ട്. സോ യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ ഏറ്റവും ക്രിസ്പായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം തന്നെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് ഓർഡറിൽ അങ്ങോട്ട് പഠിക്കാം. നെയിം ദ 3 layers ഓഫ് യൂട്രൈൻ വാൾ. യൂട്രസിന്റെ വാളിലുള്ള 3 ലെയറുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ഉള്ളിൽ എൻഡോമെട്രിയം, അത് കഴിഞ്ഞാൽ മയോമെട്രിയം, ഏറ്റവും പുറത്ത് പെരിമെട്രിയം. ഇതിൽ മസ്കുലാർ ലെയർ ഏതാ? മയോമെട്രിയാണ്. ഗ്ലാൻഡുലാർ ലെയർ ഏതാ? ലുക്ക്, ഗ്ലാൻഡുലാർ ലെയർ ആൻഡ് മെൻസ്ട്രൽ സൈക്കിളിൽ ചേഞ്ച് സംഭവിക്കുന്ന ലെയർ ഏതാ? ദറ്റ് ഈസ് എൻഡോമെട്രിയം ആണല്ലേ. അടുത്ത ചോദ്യം നോക്കി, എനിക്ക് സൗണ്ടിൽ നല്ല ബുദ്ധിമുട്ടും സൗണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നല്ല ക്ലാസ് എടുക്കുന്നത്. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ ഐ വിൽ ടീച്ച് യു എവരിതിങ്. അടുത്ത നോക്കുക, ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഓവിഡക്ട് വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ എന്താ വിളിക്കുക? ഫിംബ്രിയെ. എന്താ വിളിക്കുക? ഫിംബ്രിയെ എന്നാ വിളിക്കുക. അടുത്തത് എഴുതി വെച്ചത് പാർട്സ് ഓഫ് ഓവിഡക്ട് വിത്ത് എ നാരോ ലൂമൻ ദ ജോയിൻ യൂട്രസ്. യൂട്രസിന്റെ അടുത്തുള്ള നാരോ ആയിട്ടുള്ള ഭാഗം എന്താ വിളിക്കുക? ഇസ്തുമസ് അല്ലെ. ഇസ്തുമസ് ആണ്. ഫണൽ ഷേപ്ഡ് പാർട്ട്. ഫണൽ ഷേപ്ഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഇതിനെന്താ വിളിക്കുക? ഇൻഫണ്ടിബുലം എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഇൻഫണ്ടിബുലം. കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കും വീതി കൂടിയ ഭാഗം ഏതാണ്? അത് ഇതാണ് ശരിക്കും, ആംബുല എന്ന് പറയും. എന്താ പറയാ? ആംബുല. കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വീതി കൂടിയ ഭാഗം ഏതാണെന്നാ ചോദിക്കുക. അടുത്ത ഐഡന്റിഫൈ 2 ടൈപ്പ് ഓഫ് സെൽ ഇൻസൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിനകത്തുള്ള 2 ടൈപ്പ് സെല്ല് ഏതൊക്കെയാണ്? 2 ടൈപ്പ് സെല്ല്, ഒന്ന് ാണ്, 2 സെർട്ടോളി സെല്ലാണ്. സ്പെർമാറ്റോഗോണിയത്തിന്റെ പണി എന്താ? ഇറ്റ് അണ്ടർഗോ മിയോസിസ് ടു ഫോം സ്പേം. മിയോസിസ് നടന്ന് സ്പേം ഉണ്ടാവുന്നു. സെർട്ടോളി സെല്ലോ, ലുക്ക്, ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ഡെവലപ്പിംഗ് സ്പേം. ഡെവലപ്പിംഗ് സ്പേമുകൾക്ക് നറിഷ്മെന്റിനും അതിന് വളരാൻ ആവശ്യമായ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഹെൽപ്സ് ഇൻ സ്പെർമിയേഷൻ. സ്പെർമിയേഷൻ എന്ന് പറയുന്ന സ്പെർമാറ്റോജനസിസിലെ അവസാനത്തെ സ്റ്റെപ്പാണ്. ആ സ്പെർമിയേഷൻ വേണ്ട ഈ സ്പെർമാറ്റിഡുകൾ സ്പേം ആവുന്ന പരിപാടി, അതാണ് സ്പെർമിയോജനസിസ്. അതിന് സഹായിക്കുന്നു. സ്പെർമിയേഷൻ അല്ല, ഐ എം റിയലി സോറി, സ്പെർമിയോജനസിസ്. കേട്ടോ, ഐ എം റിയലി സോറി, സ്പെർമിയോജനസിസ്. കേട്ടോ, സ്പെർമിയോജനസിസിന് സഹായിക്കുന്നു. ഇവിടെ തന്നെ നമ്മളോട് ഒരു ചോദ്യം വരാം, സ്പെർമിയോജനസിസും സ്പെർമിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോഗോണിയം സ്പെർമാറ്റിഡുകൾ സ്പേമായിട്ട് മാറുന്ന പരിപാടിയാണ് സ്പെർമിയോജനസിസ്. അതേ സമയത്ത് സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂളുകളിൽ രൂപപ്പെടുന്ന സ്പേം അവിടുന്ന് പുറത്തോട്ട് പോകുന്ന പരിപാടിനെയാണ് എന്ത് പറയുക? സ്പെർമിയേഷൻ. ക്ലിയർ അല്ലേ? റിലീസ് ഓഫ് സ്പേം ഔട്ട് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് കോൾഡ് സ്പെർമിയേഷൻ. ഇനി നമ്പർ ഓഫ് സ്പെർമാറ്റിഡ് പ്രൊഡ്യൂസർ ഫ്രം 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. എത്ര നാടാ? 25 എന്നാണ്. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് I'm really sorry, 100 ആണല്ലേ, 100 ആണ്. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം കിട്ടും. അപ്പോൾ 25 എത്ര കിട്ടും? 100 കിട്ടും. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ, 25 പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര ഓവം കിട്ടും? 25 കിട്ടുള്ളൂ. അതും ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു ഊസൈറ്റിൽ നിന്ന് എത്ര ഓവം കിട്ടും? 1 കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 25 ഇനി നോക്കൂ, സ്പേമിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പേമിന്റെ നോക്കൂ, ഏറ്റവും മുകളിൽ ഹെഡ് ഉണ്ട് അല്ലേ. ഹെഡിന്റെ മുകളിൽ ഒരു ക്യാപ്പ് പോലെയുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ അക്രോസോം എന്ന് വിളിക്കുക. പിന്നെ ഹെഡിലുള്ള ഇതാണ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അല്ലെ. What is this? This is mitochondria. I'm sorry, this is the middle piece അല്ലെ. മിഡിൽ പീസ് ആണ് ഇത്. മിഡിൽ പീസ് നോക്കൂ, രാത്രി ഉറക്കമളച്ചാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം തെറ്റിപ്പോകുന്നത്. ഓക്കെ, മിഡിൽ പീസ് ആണ്. മിഡിൽ പീസിൽ ധാരാളം മൈറ്റോകോൺട്രിയ ഉണ്ട്, അത് സ്പേമിന് വേണ്ട എനർജി കൊടുക്കും. അടുത്ത ചോദ്യം നോക്കൂ, ഒബ്സർവ് ദ ഡയഗ്രാം, ലേബൽ A and B, റൈറ്റ് നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് സ്ട്രക്ചർ ഫോമിംഗ്. ഓക്കെ, നോക്കൂ കുട്ടികളെ, ഇതിൽ എയും ബി ഏതാണെന്ന് ചോദിച്ചാൽ എ അവർ കൊടുത്തുള്ള പ്രൈമറി ഫോളിക്കിൾ ആണ്, ഓവറിയുടെ ഡയഗ്രാം ആണ്. ബി ടെർഷ്യറി ഫോളിക്കിൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറിന് എങ്ങനെ ടെർഷ്യറി എന്ന് മനസ്സിലായത്? ഇതിനകത്ത് ആൻഡ്രം എന്ന് പറയുന്ന കാര്യമുള്ളത് കൊണ്ടാണ് ടെർഷ്യറി എന്ന് മനസ്സിലായത്. ആൻഡ് വാട്ട് ഈസ് ദിസ് പ്രോസസ്? നോക്കൂ, ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവർ റിലീസ് ആവുന്ന പരിപാടിനെ എന്താ വിളിക്കുക? ഓവുലേഷൻ അല്ലേ. അടുത്ത ചോദ്യം, ഓവുലേഷന് ശേഷം രൂപപ്പെടുന്ന സ്ട്രക്ചറിന്റെ പേരെന്താണെന്നാണ്? ഓവുലേഷന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ ഇതുണ്ടാവുന്നത്. വാട്ട് ഈസ് ദിസ്? കോർപ്പസ് ലൂട്ടിയം എന്നാണല്ലോ ഇതിനെ വിളിക്കുക. കോർപ്പസ് ലൂട്ടിയത്തിന്റെ പണി എന്താ? ഇത് പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ അല്ലെ. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കും, അതാണ് അയാളുടെ പണി. ഓക്കെ, അടുത്തത് നോക്കൂ, ഈ ഗ്രാഫ്, ഇതിൽ ഇങ്ങനെ ഗ്രാഫ് വന്നിട്ട് മെൻസ്ട്രൽ സൈക്കിളിലെ ഹോർമോൺസിന്റെ ലെവൽസാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതില് ഈസ്ട്രോജൻ ഏതാണ്, പ്രൊജസ്റ്റിറോൺ ഏതാണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈസ്ട്രോജന്റെ പ്രത്യേകത, ഫോളിക്കുലാർ ഫേസിൽ ഈസ്ട്രോജന്റെ അളവൊന്ന് കൂടും.
ഓക്കെ. അപ്പോൾ ഫോളിക്കുലാർ അതേ സമയത്ത് പ്രൊജസ്ട്രോണിന്റെ അളവ് അനങ്ങാതെ നിൽക്കും. അപ്പോൾ ഫോളിക്കുലാർ ഫേസിൽ കൂടാത്ത ഹോർമോണാണ് പ്രൊജസ്ട്രോൺ, കൂടുന്ന ഈസ്ട്രോജൻ. ഇത് നമ്മൾ റീകൺസ്ട്രക്ട് ദ ഗ്രാഫ്, ഈ ഗ്രാഫ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ലൂട്ടിയൽ ഫേസ്. നോക്കൂ, ഈസ്ട്രോജന്റെ പ്രത്യേകത ഫോളിക്കുലാർ ഫേസിൽ ഒന്ന് കൂടും, പിന്നെ ഒന്ന് കുറയും, എന്നിട്ട് ലൂട്ടിയൽ ഫേസിൽ വീണ്ടും കൂടും, എന്നിട്ട് കുറയും. ക്ലിയർ അല്ലേ? അതേസമയത്ത് പ്രൊജസ്റ്റിറോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ ലൂട്ടിയൽ ഫേസിലാണ് കൂടുക, എന്നിട്ട് പിന്നെ കുറയാണ് ചെയ്യുക. അയാൾ ലൂട്ടിയൽ ഫേസിൽ മാത്രമേ കൂടുകയുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും അളവുള്ള ഗ്രാഫ് അടിപൊളിയായിട്ട് വരക്കാൻ പറ്റും. പ്രൊജസ്റ്റിറോൺ ലൂട്ടിയൽ ഫേസിൽ മാത്രം ഒന്ന് കൂട്ടി വരയ്ക്കുക, മറ്റേ രണ്ട് ഫേസിലും ഇത്തിരി കൂടുന്നുണ്ട്. ഫോളിക്കുലാർ ഫേസിൽ കൂടി ലൂട്ടിയൽ ഒന്ന് കുറയും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കൂടും. ഓക്കെ, ക്ലിയർ അല്ലേ കുട്ടികളെ? റെഡി ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. അടുത്തത് LH FSH അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിക്കാറുണ്ട്. സിംഗിൾ നെയിം എന്താ അറിയപ്പെടുന്നത്? ഗൊണാഡോട്രോഫിൻസ്. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ദെയർ റോൾ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലും ഫീമെയിലും അതിന്റെ റോൾ എന്താണെന്നാണ്. നോക്കൂ, മെയിലിൽ FSHന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇറ്റ് ആക്ട് ഓൺ സെർട്ടോളി സെൽ. സെർട്ടോളി സെല്ലിൽ പോയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സെർട്ടോളി സെല്ല് സ്പെർമിയോജെനസിസ് നടക്കാൻ വേണ്ടിയുള്ള ചില കെമിക്കലുകൾ ഉണ്ടാക്കും. ഓക്കെ, സെർട്ടോളി സെൽ പ്രൊഡ്യൂസ് സം ഫാക്ടേഴ്സ്, ചില ഫാക്ടറുകൾ ഉണ്ടാക്കും ദാറ്റ് ഹെൽപ്സ് ഇൻ സ്പെർമിയോജെനസിസ്. അതേസമയത്ത് LH ഇറ്റ് ആക്ട് ഓൺ ലേഡിക് സെൽ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസിലെ ലേഡിക് സെല്ലുകൾ ആക്ട് ചെയ്യുക. അപ്പോൾ ലേഡിക് സെല്ല് ആൻഡ്രോജൻ ഉണ്ടാക്കും. ആൻഡ്രോജൻ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനസിസ്, സ്പെർമാറ്റോജെനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തത് ഓൾ കോപ്പുലേഷൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. എല്ലാ കോപ്പുലേഷനും ഫെർട്ടിലൈസേഷനിലേക്കും പ്രഗ്നൻസിയിലേക്കും നയിക്കും. ഡു യു അഗ്രി? നമ്മൾ അഗ്രി ചെയ്യുന്നില്ല. ഐ വോണ്ട് അഗ്രി അല്ലെങ്കിൽ വി വോണ്ട് അഗ്രി അല്ല. എന്തുകൊണ്ടാണ്? ഫോർ ഫെർട്ടിലൈസേഷൻ ടു ടേക്സ് പ്ലേസ്. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സ്പെർമും ഓവവും ഒരേ സമയത്ത് ആംബ്യുല്ലയിലേക്ക് എത്തണം. ആംബ്യുല്ലയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ ഒരേ സമയത്ത് സ്പെർമും ഓവവും എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. ഇനി നമ്മളോട് വാട്ട് എ ആൻഡ് ബി, എയും ബി എന്താണെന്ന് ചോദിച്ചാൽ എ ബ്ലാസ്റ്റോമിയറുകളാണ്. നോക്കൂ, സൈഗോട്ടാണ്. സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ബ്ലാസ്റ്റോമിയറാണ്. ബി എന്ന് പറഞ്ഞാൽ മോറുലയാണ്. 8 to 16 ബ്ലാസ്റ്റോമിയറുള്ള സ്റ്റേജിനെയാണ് മോറുല പറയാം. മോറുല പിന്നീട് എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ലെയറുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ചോദ്യം. ബ്ലാസ്റ്റോസിസ്റ്റിലെ പുറത്തുള്ള സെല്ലുകളുടെ ഈ ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രോഫോബ്ലാസ്റ്റ് ലെയർ എന്ന് വിളിക്കുക. അല്ലെ, ട്രോഫോബ്ലാസ്റ്റ് ലെയർ എന്ന് വിളിക്കുക. ഉള്ളിലുള്ള സെല്ലിന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുക? ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാം? ഏത് ലെയറാണ് യൂട്രസിലേക്ക് അറ്റാച്ച് ചെയ്യാന്നാണ്? ദാറ്റ് ഈസ് ട്രോഫോബ്ലാസ്റ്റ് ആണ്. ആ പ്രോസസ്സിന്റെ പേരെന്താണെന്നാണ് മറ്റൊരു ചോദ്യം. ദാറ്റ് ഈസ് ഇംപ്ലാന്റേഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഓരോ മാസവും പ്രഗ്നൻസിയിലെ ചേഞ്ച് എന്താ? ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യുന്നു. സെക്കൻഡ് മന്തിലോ നോക്കൂ, ലിംബുകളും ഡിജിറ്റുകളും ഫോം ചെയ്യുന്നു. കൈകാലുകളും വിരലുകളും ഫോം ചെയ്യുന്നു. അല്ലെ, അടുത്തത് 5th മന്തിലാണ് ആദ്യത്തെ അനക്കം വരുന്നത്. 6th മന്തിലാണ് കൺപോളകൾ തുറക്കുകയും എന്താ പറയാ, കൺപീലികൾ, ഐ ലാഷുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് 6ാം മാസത്തിലാണ്. മെൻഷൻ 2 പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇത് ചോദിക്കാറുണ്ട്. ഒന്നാമത്തതാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ഫുൾ ഫോം എഴുതണേ, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. സ്പെല്ലിംഗ് അറിയാത്ത ആരും +2 ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്താണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഫുൾ ഫോം എഴുതണേ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. അടുത്തത് വാട്ട് ഈസ് ആംനയോസെന്റസിസ്, വൈ ഇറ്റ് ഈസ് പാനഡ്. ഇൻ ആംനയോസെന്റസിസ് ആംനയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ്. അല്ലെ, അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ആംനയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ്. ആംനയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫീറ്റൽ ക്രോമസോംസ് ആർ സ്റ്റഡീഡ്. കുഞ്ഞിന്റെ ക്രോമസോം, ആംനയോട്ടിക് ഫ്ലൂയിഡിൽ കുഞ്ഞിന്റെ സെല്ലുണ്ടാവും. ആ സെല്ലുകൾ എടുത്തുകൊണ്ട് ഫീറ്റൽ ക്രോമസോംസ് ആർ സ്റ്റഡീഡ്. കുഞ്ഞിന്റെ ക്രോമസോമുകളെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, ഇനി എന്തിനൊക്കെ ഇത് യൂസ് ചെയ്യാമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന്, കുട്ടി XX ആണ് ക്രോമസോമെങ്കിൽ പെണ്ണാണെന്നും XY ആണെങ്കിൽ ആണാണെന്നും പറയാൻ പറ്റും. അപ്പോൾ ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സെക്സ്. ഓഫ് സ്പ്രിങ്ങിന്റെ കുഞ്ഞിന്റെ സെക്സ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഫോർ ഡിറ്റക്ഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക രോഗങ്ങൾ അറിയാനും യൂസ് ചെയ്യും. വൈ ഇറ്റ് ഈസ് ബാനഡ്. നമ്മുടെ നാട്ടിൽ ഈ ആംനിയോസെന്റസിസ് ചെയ്ത് കുട്ടി പെണ്ണാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ പെൺകുട്ടിയെ കൊന്നുകളയുമായിരുന്നു. ഗർഭാശയത്തിലുള്ള ആ ഫീറ്റസിനെ, ഫീമെയിൽ ഫീറ്റസിനെ കൊന്നുകളയുമായിരുന്നു. സോ ടു പ്രിവെന്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്, ഫീമെയിൽ ഫീറ്റസുകളെ, ഫീമെയിൽ ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് അത് നിരോധിച്ചത്. ഇനി ഈ ടേംസ് എക്സ്പാൻഡ് ചെയ്യാനാണ്. മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക്. മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ. മെറ്റേണൽ മോർട്ടാലിറ്റി ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി. അടുത്തത് വ്യത്യസ്ത തരം ഇൻട്രായൂട്രൈൻ ഡിവൈസുകളും അവരുടെ എക്സാമ്പിൾസും ആണ് ചോദിച്ചിട്ടുള്ളത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒന്നാമത്തെ ടൈപ്പ് IUD ഏതാ? നോൺ മെഡിക്കേറ്റഡ് ആണ് അല്ലെ, നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഏതാടാ? കോപ്പർ റിലീസിംഗ് ആണ്. കോപ്പർ റിലീസിംഗ് ആണ് മക്കളെ. മൂന്നാമത്തെ ഏതാ കുട്ടികളെ? ഹോർമോൺ റിലീസിംഗ് ആണ്. മൂന്നാമത്തത് ഹോർമോൺ റിലീസിംഗ് ആണ്. ഇതിന്റെ എല്ലാം എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. നോൺ മെഡിക്കേറ്റഡ് ഒരൊറ്റ എക്സാമ്പിൾ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അത് ലിപ്പീസ് ലൂപ്പാണ്. സ്ഥിരം ചോദ്യമാണ് കേട്ടോ. കോപ്പർ റിലീസിംഗ്, കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375 കേട്ടോ, മൾട്ടി ലോഡ് 375. ദെൻ ഹോർമോൺ റിലീസിംഗ് ഏതൊക്കെയാണ് കുട്ടികളെ? LNG20, പ്രൊജസ്റ്റാസേർട്ട്, LNG20 പ്രൊജസ്റ്റാസേർട്ട് കേട്ടോ. ഇതൊരു സ്ഥിരം ചോദ്യമാണ്.
ഇനി പലപ്പോഴും ചോദിക്കാറുണ്ട് സർജിക്കൽ ലീസ്റ്റ് സൈഡ് എഫക്റ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ലീസ്റ്റ് സൈഡ് എഫക്റ്റ് നാച്ചുറൽ മെത്തേഡാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ലീസ്റ്റ്. അതിന് 2 എക്സാമ്പിൾ ചോദിക്കുന്നു. ലാക്ടേഷണൽ അമെനോറിയ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഇത് 3 നാച്ചുറൽ മെത്തേഡുകളാണ്. ഓക്കെ, ദെൻ ടെർമിനേഷൻ മെത്തേഡ് ചോദിക്കാറുണ്ട്. അതാണ് സർജിക്കൽ മെത്തേഡ്, സർജറിയിലൂടെ. മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് സർജിക്കൽ മെത്തേഡിനെ എന്താണ് വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് ചോദിക്കാറുണ്ട്. സ്റ്റെറിലൈസേഷൻ എന്നാണ് സർജിക്കൽ മെത്തേഡിനെ വിളിക്കുക. വൈ ഇറ്റ് ഈസ് ടെർമിനൽ മെത്തേഡ്? എന്തുകൊണ്ട് ടെർമിനൽ മെത്തേഡ് ആക്കിയത്? ബിക്കോസ് ഓഫ് ഇറിവേഴ്സിബിലിറ്റി. ഒരിക്കൽ ചെയ്താൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. ആണുങ്ങളുടെ കേസിൽ ട്യൂബെക്ടമി എന്ന് പറയും. നോക്കൂ, ആണുങ്ങളുടെ കേസിൽ വാസെക്ടമി എന്ന് പറയും, സ്ത്രീകളുടെ കേസിൽ ട്യൂബെക്ടമി. ഫെലോപ്പിയൻ ട്യൂബാണ് കട്ട് ചെയ്തിട്ട് കെട്ടിവെക്കുന്നത്, സോ ട്യൂബെക്ടമി. ആണുങ്ങളുടെ കേസിൽ വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്ത് കെട്ടിവെക്കുന്നത്, സോ ഇറ്റ്സ് കോൾഡ് വാസെക്ടമി. നോക്കൂ, ഞാൻ ട്യൂബെക്ടമി ചെയ്ത ഒരാളാട്ടോ. ബീങ് ഡോക്ടർ ഡ്യൂറിങ് മൈ ഹൗസ് സർജൻസി ടൈം ഐ ഹാവ് ഡൺ ദിസ് ട്യൂബെക്ടമി. ഓക്കെ, അലോങ് വിത്ത് മൈ PG, നോട്ട് ഓൺലി മൈസെൽഫ്, എൻ്റെ PG ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഓക്കെ, സോ ഷി അലൗഡ് മീ ടു ഡു. ഒരു 6 എങ്ങാനും ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ലിസ്റ്റ് ഔട്ട് എനി 2 പോസിബിൾ ഇൽ എഫക്ട് ഓഫ് യൂസേജ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഏതെങ്കിലും സൈഡ് എഫക്റ്റുകൾ, ഇൽ എഫക്റ്റുകളാണ് ചോദിച്ചാൽ, ഒന്ന് നോസിയ, ഛർദി, ഓക്കാനം വരിക, ഛർദി എന്നല്ല ഓക്കാനം വരിക. 2 അബ്ഡോമിനൽ പെയിൻ. നോക്കൂ, 2 എണ്ണല്ലേ ചോദിച്ചുള്ളൂ, അപ്പൊ ഇത് 2 മതി. നോസിയ, അബ്ഡോമിനൽ പെയിൻ, അല്ലെ? 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി. ലുക്ക്, STIയുടെ ഏതെങ്കിലും 2 എക്സാമ്പിൾ അല്ലേ ചോദിച്ചത്. നോക്കൂ, ഒരിക്കലും മാറാത്ത STIകൾ പഠിച്ചു വെച്ചാൽ മതി. H വെച്ച് തുടങ്ങുന്നവര് HIV, ഹെപ്പറ്റൈറ്റിസ് B. ഓക്കെ, അടുത്തത് ജനൈറ്റൽ ഹെർപ്പിസ്. ഓക്കെ, ഇതൊരിക്കലും മാറാത്ത STIകളാണ്. D മീൻസ് STI കേട്ടോ. അത് പഠിച്ചാൽ മതി. 3 ഉദാഹരണമായി. പ്രിവെന്റീവ് മെഷേഴ്സ് എന്താ കുട്ടികൾ? ഓൾവേസ് യൂസ് കോണ്ടം യൂസ് ചെയ്യുക. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. നാട്ടിൽ കാണുന്ന എല്ലാവരുമായിട്ടും പരിപാടി നടത്താതിരിക്കുക. ഓക്കെ, നൗ ദർ ആർ സെവറൽ മെത്തേഡ് ഓഫ് IVF. നോക്കൂ, IVF-നെ നമ്മൾ കോമൺലി വിളിക്കുന്ന ഒരു പേരെന്താ? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നാണ്. ടെസ്റ്റ് ട്യൂബ് IVF എന്നുള്ളത് കുറച്ചുകൂടെ ശാസ്ത്രീയമായ പേരാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. നോക്കൂ, ഈ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ നമ്മൾ 2 രീതിയിൽ എംബ്രിയോ ട്രാൻസ്ഫർ നടത്താറുണ്ട്. അതാണ് ചോദിച്ചുള്ളത്. നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ടാക്കിക്കോ? സൈഗോട്ട് ഉണ്ടാക്കിക്കോ. സ്പേമിനെയും ഓവത്തിനെയും ടെസ്റ്റ് ട്യൂബിലേക്ക് സൈഗോട്ട് ഉണ്ടാക്കിക്കോ. എന്നിട്ടോ ആ സൈഗോട്ടിനെ അത് പിന്നീട് അവിടെ തന്നെ ടെസ്റ്റ് ട്യൂബിൽ തന്നെ വെച്ച് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള സ്റ്റേജ് ആണെങ്കിൽ, അപ് ടു 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്കത് ഫീമെയിലിന്റെ ഏത് പെണ്ണിലാണോ നിങ്ങൾക്ക് ഈ സൈഗോട്ടിനെ വളർത്തിയെടുക്കേണ്ടത്, ആ ഒരു സൈഗോട്ട് പിന്നീട് ഡിവൈഡ് ചെയ്ത് 2, 4, 8 ഇങ്ങനെ ബ്ലാസ്റ്റോമിയർ ആവുമല്ലോ. 8 ബ്ലാസ്റ്റോമിയർ ഉള്ള സ്റ്റേജിൽ ഏത് അമ്മയിലാണോ വളർത്തേണ്ടത് അവരുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞയക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. അല്ലെങ്കിലോ മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ഉള്ള അവസ്ഥയിൽ, ഓക്കെ, മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ, 8-ലധികം, മോർ ദാൻ കേട്ടോ, 8-ലധികം ബ്ലാസ്റ്റോമിയർ ഉള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രാൻസ്ഫർ ഇൻ ടു യൂട്രസ്. നിങ്ങൾക്ക് അവരുടെ ഗർഭാശയത്തിലേക്ക് ഇതിനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് മക്കളെ വിളിക്കുക. എന്താ വിളിക്കുക? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് വിളിക്കുക. എക്സ്പാൻഡ് ART ഇതൊരു സ്ഥിരം ടൈപ്പ് ഓഫ് ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. എന്താ വിളിക്കുക? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നാണ് വിളിക്കുക. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നാണ് വിളിക്കുക. സജസ്റ്റ് ART that may be successful in following condition: inability of male to inseminate female. ആണിന് പെണ്ണിനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഒരു പെണ്ണിന് ഓവമുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് ചെയ്യുക. ഒരു പെൺകുട്ടിക്ക് ഓവം ഉണ്ടാക്കാനുള്ള കഴിവില്ല, അവൾക്കൊരു കൊച്ചു വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വയലറ്റും വൈറ്റും വെച്ചിട്ട് വളരെ ഈസി അല്ലേ? ട്രൂ ബ്രീഡിംഗ് വയലറ്റ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ട്രൂ ബ്രീഡിംഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഇവിടുന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് ആടാ പോസിബിൾ? ഇവിടുന്ന് ഈ ഒരു ടൈപ്പ് മാത്രം, ഇവിടുന്ന് ഈ ഒരു ടൈപ്പ് മാത്രം. ഇത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ W സ്മോൾ w ഉള്ള വയലറ്റ് ആയിട്ടുള്ള F1 പ്ലാന്റുകൾ വരും. ശരിയാണല്ലോ? ഈ F1-നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ അല്ലെ? നോക്കൂ, സെൽഫ് പോളിനേഷൻ നടത്തണം. എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിൾ ആടാ? ഇവിടെ 2 ടൈപ്പ് ആടാ. ഇവിടെ പോസിബിൾ അല്ലെ? ഇവിടെയും 2 ടൈപ്പാണ് പോസിബിൾ. ഓക്കെ അല്ലെ? ഇതും ഇതുകൂടെ കൂടി ചേർന്ന ക്യാപിറ്റൽ W, ഇതും ഇതുകൂടെ കൂടി
നമ്മളോട് പുന്നറ്റ് സ്ക്വയർ വരച്ചിട്ടാണ് ഇത് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക? വളരെ ഈസി അല്ലേ പുന്നറ്റ് സ്ക്വയർ? ഞാൻ എപ്പോഴും പറഞ്ഞുതരാം. ഇങ്ങനെ വരയിടുക, എന്നിട്ട് ഒരു സൈഡിലെ ഗാമീറ്റ് ഒരു ഭാഗത്ത് എഴുതുക, മുകളിൽ എഴുതുക ക്യാപിറ്റൽ W സ്മോൾ w, മറ്റേ ആളുടെ ഗാമീറ്റ് സൈഡിൽ എഴുതുക ക്യാപിറ്റൽ W സ്മോൾ w. എന്നിട്ടോ ഇവിടെ 2 ഗാമീറ്റ് ഉള്ളതുകൊണ്ട് 2 ബോക്സ് താഴോട്ട് വേണം, ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഈ സൈഡിലോട്ട് 2 ബോക്സ് വേണം. അങ്ങനെയാണ് പുന്നറ്റ് സ്ക്വയർ ക്ലോസ് ചെയ്യുക. 2 സൈഡിൽ നിന്നും ക്യാപിറ്റൽ W, സൈഡിൽ നിന്നും മുകളിൽ നിന്നും. ഇവിടെ സൈഡിൽ നിന്ന് ക്യാപിറ്റൽ, മുകളിൽ നിന്ന് സ്മോൾ w, മുകളിൽ നിന്ന് ക്യാപിറ്റൽ, സൈഡിൽ നിന്ന് സ്മോൾ w, 2 ഭാഗത്തുനിന്നും സ്മോൾ w അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും കുട്ടികളെ? 1:2:1 F1 ജീനോടൈപ്പിക് റേഷ്യോ വരും, 3:1 F1 ഫീനോടൈപ്പിക് റേഷ്യോ വരും. അടുത്ത ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആര് കിട്ടിയാലും ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? ഇയാളെ ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇയാളെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക. റെസസീവ് എന്ന് പറഞ്ഞാൽ സ്മോൾ w, ഇയാളെ എടുത്ത് സ്മോൾ w ആയിട്ട് ക്രോസ് ചെയ്താൽ മതി. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക കുട്ടികളെ? നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരച്ചു നോക്കാനുള്ളൂ. ഇവിടുന്ന് ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റേ പോസിബിൾ ഉള്ളൂ, സ്മോൾ w. ഇവിടുന്ന് ക്യാപിറ്റൽ W പോസിബിൾ ആണ്, സ്മോൾ w പോസിബിൾ ആണ്. ദാറ്റ്സ് ഇറ്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതും ടെസ്റ്റ് ക്രോസ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ വിട്ടത്. നൗ in a cross between true breeding red and true breeding white flowered plants, F1 was pink. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആന്റി റൈനത്തിന്റെ കേസിൽ ട്രൂ ബ്രീഡിംഗ് റെഡും ട്രൂ ബ്രീഡിംഗ് വൈറ്റും കൂടെ സ്മോൾ ആർ ഇതാണ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ്. ആന്റി റൈനത്തിന്റെ ക്രോസ് അങ്ങനെയാണ്. ഇവിടെ ക്യാപിറ്റൽ ആർ ഉള്ള ഗാമീറ്റ് മാത്രം, ഇവിടെ സ്മോൾ ആർ ഉള്ള ഗാമീറ്റ് മാത്രം, അത് കൂടി ചേർന്ന് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ എന്തായിട്ട് മാറി? പിങ്ക് ആയിട്ട് മാറി അല്ലെ. സോ ഇത് ഏത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് കുട്ടികളെ ആന്റി റൈനത്തിൽ കാണുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഫ്ലവർ കളർ ഇൻ ആന്റി റൈനം. അല്ലടാ മക്കളെ, ഫ്ലവർ കളർ ഇൻ ആന്റി റൈനം. ആന്റി റൈനത്തിലെ ഫ്ലവർ കളർ ആണല്ലോ ഇതിന്റെ എക്സാമ്പിൾ. ആന്റി റൈനം അല്ലെങ്കിൽ നമ്മൾ സ്നാപ്പ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്നൊക്കെ വിളിക്കുന്ന ആ പ്ലാന്റിലെ ഫ്ലവർ കളറാണ്. ഇനി F2 ജീനോടൈപ്പിക് റേഷ്യോയും F2 ഫീനോടൈപ്പിക് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ 2 റേഷ്യോയും 1:2:1 ആണ്. അത് ജീനോടൈപ്പിക് ആണെങ്കിലും ഫീനോടൈപ്പിക് ആണെങ്കിലും ഒരേ റേഷ്യോ ആണ്. വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് എ ചൈൽഡ് ഈസ് O. ഒരു കുട്ടി O ആണ്, അച്ഛൻ A ഗ്രൂപ്പ് ആണ്, അമ്മ B ഗ്രൂപ്പ് ആണ്. റൈറ്റ് ദ ജീനോടൈപ്പ് ഓഫ് ഫാദർ മദർ ആൻഡ് ദിസ് പേഴ്സൺ. ഓക്കെ, ഇയാളുടേത് നോക്കൂ കുട്ടികളെ. കുട്ടി O ആണെന്ന് പറയുമ്പോൾ കുട്ടി സ്മോൾ ഐ ആണ്. കുട്ടി സ്മോൾ ഐ ആണെങ്കിൽ കുട്ടിയുടെ ഒരു സ്മോൾ ഐ അച്ഛനിൽ നിന്നാവും കിട്ടിയിട്ടുണ്ടാവുക, ഒരു സ്മോൾ ഐ അമ്മയിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അച്ഛനും നമുക്ക് ഓരോ സ്മോൾ ഐകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അച്ഛൻ A ആയതുകൊണ്ട് അച്ഛൻ IA സ്മോൾ ഐ ആയിരിക്കും, അമ്മ B ആയതുകൊണ്ട് അമ്മ IB സ്മോൾ ഐ ആയിരിക്കും. എല്ലാവരുടെയും ജീനോടൈപ്പ് നിങ്ങൾക്ക് കിട്ടി. TH മോർഗാന് ഡ്രോസോഫിലെ സെലക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും 2 കാരണം ചോദിച്ച് നമുക്ക് 3 കാരണമെങ്കിലും പഠിച്ചുകൂടെ? ഈസി ടു ഗ്രോ ഇൻ ലാബ്. ലാബിൽ വളർത്താൻ വളരെ എളുപ്പമാണ്. അടുത്ത ഷോർട്ട് ലൈഫ് സൈക്കിൾ. അടുത്ത തലമുറ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത തലമുറകൾ ഉണ്ടാകും. അടുത്ത കാര്യം എന്താ? സിംഗിൾ മെയ്റ്റിംഗ്. ഒരൊറ്റ തവണ മെയ്റ്റിംഗ് നടത്തിയാൽ തന്നെ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ്. ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഒരൊറ്റ മീറ്റിംഗിൽ നിന്ന് തന്നെ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്ത ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ക്രോമസോം മാപ്പ്. ക്രോമസോം മാപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ്? ഏതാണ് അടുത്തുള്ളത്? ദേ ആർ മോർ ലിങ്ക്ഡ്. ഹു മാപ്ഡ് ക്രോമസോം ഫസ്റ്റ്ലി? ആരാ മാപ്പ് ചെയ്ത കുട്ടികളെ? ആൽഫ്രഡ് സ്റ്റുർട്ടിവന്റ് ആണ് അല്ലെ. മോർഗാനിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുർട്ടിവന്റ് ആണ് ആദ്യത്തെ ക്രോമസോം മാപ്പിംഗ് ചെയ്യുന്നത്. ടൈറ്റ്ലി ലിങ്ക്ഡ്. ഓക്കെ, നമുക്കത് മതി. ആ ഒരു അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കൂല. ഓക്കെ, അതിനകത്ത് പെട്ടുപോയതാണ്. ഫീമെയിൽ ഹെറ്റിറോഗാമെറ്റിക് ആനിമൽ ഫ്രം ദ ഫോളോയിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഹ്യൂമൻ ആൻഡ് ഡ്രോസോഫില. ഇത് എല്ലാം നമ്മൾ ഒന്നിച്ചറിയണം. ഹ്യൂമൻ ആൻഡ് ഡ്രോസോഫില, മനുഷ്യന്റെയും ഡ്രോസോഫിലയുടെയും കേസിൽ നമ്മൾ ആണുങ്ങൾ എന്താണ് XYയും, പെണ്ണുങ്ങളുടെ സിമ്പിൾ ഇതാട്ടോ XX, കുരിശിട്ട് കൊടുത്ത പെണ്ണുങ്ങൾ, കുന്തട്ട് കൊടുത്ത ആണുങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ആണുങ്ങൾ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കുന്നത്, X ഉള്ള ഗാമീറ്റ്, Y ഉള്ള ഗാമീറ്റ്. ശരിയാണല്ലോ. അപ്പോൾ ഇത് മെയിൽ ഹെറ്റിറോഗാമിറ്റിയുടെ ഉദാഹരണമാണ്. ഇവിടെ കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് അച്ഛന്റെ ഗാമീറ്റ് ആണ്. ഈ ഇൻസെക്റ്റുകൾ നോക്കുമ്പോൾ ഡ്രോസോഫിൽ ഒരു ഇൻസെക്റ്റ് ആണ്, എന്നാൽ പുൽച്ചാടി പോലെയുള്ള, ഗ്രാസ് ഹോപ്പർ പോലെയുള്ള, പുൽച്ചാടി പോലെയുള്ള ഇൻസെക്റ്റുകൾ എടുത്താൽ നോക്കൂ, അവിടെ മെയിൽ X0 ആണ്. ഇത് വല്ല കേട്ടോ, വട്ടം മാത്രമേ ഉള്ളൂ, മറ്റേത് അറിയാതെ വന്നതാണ്. X0 ആണ്, അതായത് ഒരു X ക്രോമസോമേ മെയിലിനുള്ളൂ, എന്നാൽ ഫീമെയിൽ XX ആണ്. അവിടെയും ഫീമെയിൽ X ഉള്ള ഗാമീറ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, മെയിൽ X ഉള്ള ഗാമീറ്റ്, X ഇല്ലാത്ത ഗാമീറ്റ്. ഇങ്ങനെ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കും. ഇതിൽ
നോക്കൂ, ഇവിടെ 2 ടൈപ്പ് ഉണ്ടാക്കുന്ന മെയിലാണ്. കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് മെയിലാണ്. അപ്പൊ ഇത് രണ്ടും മെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ ഉദാഹരണമാണ്. ഇവിടെ കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് അച്ഛനാണ്. എന്നാൽ നിങ്ങൾ ബേർഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ കുട്ടികളെ നമ്മൾ ബേർഡ്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെയിൽ Z ആണ്, അവിടുത്തെ ഫീമെയിൽ ZW ആണ്. അവിടെ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? കുട്ടികളെ ഫീമെയിലാണ്. അവിടെ കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് അമ്മയാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ആരെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. യു ക്യാൻ സേ ബേർഡ് അല്ലെ. ഇനി ഒബ്സർവ് A and B and complete flow chart. Look, ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാൻ ഇവിടെ ബിയിലെ മിസ്റ്റേക്ക്, ബിയിലെ ആകെ ഒരു തന്നുള്ള എന്താണെന്നറിയോ? നന്നായി ശ്രദ്ധിച്ചോ, ഇവിടെ അമിനോ ആസിഡിന്റെ സീക്വൻസ് മൊത്തത്തിൽ തന്നിട്ടില്ല. ഓക്കെ, ഇത്രയുള്ള കുട്ടികൾ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരും. 7ാമത്തെ പൊസിഷനിൽ ഒന്നും മാറ്റമില്ല. 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയാ. നോട്ട് ഡൗൺ ദ ജീനോ ടൈപ്പ് ഓഫ് സിക്കിൾ സെൽ പേഷ്യന്റ് ആൻഡ് മെൻഷൻ ദ സിംറ്റം. സിംറ്റം നിങ്ങൾ പഠിക്കണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് അതിന്റെ ജീനോ ടൈപ്പ് പഠിച്ചാൽ മതി. HbA എന്ന് പറഞ്ഞാൽ നോർമലാണ്, HbA ആണ് നോർമൽ അലീല്. ദെൻ HbS എന്ന് പറയുമ്പോൾ എന്താണ്? കാരിയർ ആണ്, പക്ഷെ നോർമൽ ആണ്. HbS റെസസീവ് ആയുള്ള അലീലാണ് പ്രശ്നക്കാരൻ. ഓക്കെ, HbS വരുമ്പോഴാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ ആയിട്ടുള്ള ആളായിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? നൗ ഐഡന്റിഫൈ ദിസ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് സിംപ്ലി പെഡിഗ്രി അല്ലെ. ഒരു പെഡിഗ്രി കണ്ടാലേ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആയിരിക്കാം. ഒരു പെഡിഗ്രി കണ്ട ഓട്ടോസോമൽ ഡോമിനന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഓട്ടോസോമൽ റെസസീവ് ആയിരിക്കാം. 3 പോസിബിലിറ്റിയെ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാമെന്ന്? ആദ്യം നമ്മൾ നോക്കേണ്ടത് റെസസീവ് ആണെന്നാണ്. ഒരു പെഡിഗ്രി കിട്ടിയാലേ പെഡിഗ്രി റെസസീവ് ആണോ നോക്കണം. എങ്ങനെ നമുക്കൊരു പെഡിഗ്രി റെസസീവ് ആണെന്ന് മനസ്സിലാവുക? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, ഇയാൾക്ക് ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ അച്ഛനോ അമ്മക്കോ രോഗം ഉണ്ടോ നോക്കൂ. അതെ, അയാളുടെ ഒരു പാരന്റിന് രോഗമുണ്ട്. ഇയാൾക്ക് രോഗമുണ്ട്, ഇയാളുടെ ഒരു പാരന്റിന് രോഗമുണ്ട്. നോക്കൂ, അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരാൾക്ക് രോഗമുണ്ട്, അയാളുടെ പാരന്റിന് രോഗം ഉണ്ടെങ്കിൽ അതൊരു ഡോമിനന്റ് ഡിസീസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഡോമിനന്റ് കേസിൽ സെക്സ് ലിങ്ക്ഡ് നോക്കണ്ട, ഇത് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദിസ് എ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ്. ഓക്കെ, അതിന്റെ ഉദാഹരണം NCERT കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. കേട്ടോ, മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ് അതിന്റെ ഉദാഹരണം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? എന്നാൽ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇയാൾക്ക് രോഗമുണ്ട്, ഇയാളുടെ അച്ഛനോ അമ്മക്കോ രോഗമില്ല. ഇനിയിപ്പോ ഇയാൾക്ക് രോഗം ഉണ്ട് തന്നെ വിചാരിച്ചോ, നോ പ്രോബ്ലം. ഇയാൾക്കുണ്ട്, ഇയാളുടെ അച്ഛനും അമ്മക്കില്ല. അപ്പൊ ജനറേഷൻ സ്കിപ്പായി. ഒരാൾക്ക് ഉണ്ടായിട്ട് അച്ഛനും അമ്മക്കോ ഇല്ലാത്ത ഒരു സ്കിപ്പ് അവിടെ വന്നു. ഇനി ഇവിടെ ഇയാൾക്കുണ്ട്, ഇയാളുടെ അച്ഛനുണ്ട്, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇയാൾക്കുണ്ട്, അച്ഛൻ, അതൊക്കെ എവിടെയെങ്കിലും ഒരു പെഡിഗ്രിയുടെ ഏതെങ്കിലും മൂലയിൽ, ഇതിപ്പോ ഞാൻ കാണിച്ചു എന്നുള്ളൂ, ഏതെങ്കിലും മൂലയിൽ ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടായിട്ട് അച്ഛനും അമ്മക്കോ ഇല്ലെങ്കിൽ അത് റെസസീവ് ആവും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മളൊരു പെഡിഗ്രി ഇപ്പോൾ റെസസീവ് ആണെന്ന് മനസ്സിലായി. ഇനി ഓട്ടോസോമലാണോ എക്സ് ലിങ്ക്ഡ് ആണോ നോക്കാൻ സുഖമാണ്. ആണുങ്ങൾക്ക് മാത്രമാണ് രോഗമെങ്കിൽ അത് എക്സ് ലിങ്ക്ഡ് ആണ്. ഇവിടെ ആണുങ്ങൾക്ക് മാത്രമല്ല, ആണിനും പെണ്ണിനും രോഗമുണ്ട്. അപ്പോൾ ഓട്ടോസോമൽ റെസസീവ് ആണ്. ഓട്ടോസോമൽ റെസസീവിന്റെ ഒരുപാട് ഉദാഹരണം നിങ്ങൾ പഠിച്ചില്ലേ? സിക്കിൾ സെൽ അനീമിയ, തലസീമിയ, ഫീനൈൽ കീറ്റോണ്യൂറിയ, അതിലേതും നിങ്ങൾക്ക് പറയാവുന്നതാണ് അവിടെ ഉദാഹരണമായിട്ട്. then ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. 44A+X0 ഏതാ കുട്ടികളെ? ടെർണർ സിൻഡ്രോം ആണ്, ടെർണേഴ്സ് സിൻഡ്രോം ആണ്. ട്രൈസോമി 21 എന്താടാ? ഡൗൺ സിൻഡ്രോം ആണ്. ശരിയല്ലേ? ടെർണർ സിൻഡ്രോമിലെ പ്രശ്നം എന്താ? സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും അല്ലെ? സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. എന്താ സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഫീമെയിൽ ആയിരിക്കും. അവർക്ക് റുഡിമെന്ററി ഓവറി ആയിരിക്കും, ഓവറി വളർച്ച ഉണ്ടാവില്ല, ഷോർട്ട് ആയിരിക്കും, നീളം കുറവായിരിക്കും. എന്നാൽ ക്ലിൻഫെൽട്ടർ സിൻഡ്രോമിലേക്ക് വരുമ്പോഴോ അത് 44A, അതിൽ ഓട്ടോസോമിൽ കുഴപ്പമൊന്നുമില്ല, പ്ലസ് XXY അല്ലെ? XY വരേണ്ട സ്ഥലത്ത് XXY വന്നു. കാഴ്ചയിൽ സ്റ്റെറൈൽ മെയിൽ ആയിരിക്കും, അയാൾക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. നമ്മളോട് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും, എന്താണ് കുട്ടികളെ, എന്താണ് സുന്ദരന്മാരും സുന്ദരികളുമായ കുട്ടികളെ ഗൈനക്കോമാസ്റ്റിയ? സോ ഡെവലപ്മെന്റ് ഓഫ് breast in male is called gynecomastia. Clear അല്ലേ? അടുത്തത് ഐഡന്റിഫൈ ഫിഗർ. എന്താ ഈ ഫിഗർ? ന്യൂക്ലിയോസോം ആണല്ലേ? ദിസ് ഫിഗർ ഈസ് ന്യൂക്ലിയോസോം അല്ലെ? ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഹിസ്റ്റോൺ കോർ? ഹിസ്റ്റോൺ കോറിന്റെ മറ്റൊരു പേരല്ലേ ഒക്ടാമർ? ഹിസ്റ്റോൺ ഒക്ടാമറിൽ അല്ലെങ്കിൽ ഹിസ്റ്റോൺ കോറിൽ എത്ര ഉണ്ടാവുക? 8 ഹിസ്റ്റോൺ മോളിക്യൂളുകളാണ് ഉണ്ടാവുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യു ക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ഒരു സ്ഥിരം ചോദ്യമാണ്. നിങ്ങളുടെ ന്യൂക്ലിയസിൽ ക്രോമാറ്റിന്റെ ചില ഭാഗങ്ങളിൽ ക്രോമാറ്റിൻ വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് കിടക്കുന്നത് കാണാം. ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA യും ഹിസ്റ്റോണും ഒക്കെ കൂടെ നമ്മുടെ
ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ക്രൊമാറ്റിന്റെ ചില ഭാഗങ്ങൾ വളരെ ലൂസായിട്ട് പാക്ക് ചെയ്തതാണ്, അതിനെയാണ് നമ്മൾ യു ക്രൊമാറ്റിൻ എന്ന് വിളിക്കുക. ലൂസ്ലി പാക്ഡ് റീജിയൻസ് ഓഫ് ക്രൊമാറ്റിൻ ഈസ് കോൾഡ് യു ക്രൊമാറ്റിൻ ആൻഡ് ഡെൻസ്ലി പാക്ഡ് ദാറ്റ് ഈസ് കോൾഡ് ഹെറ്റിറോ. നല്ല ഡെൻസ് ആയിട്ടിരിക്കുന്നതാണ് ഹെറ്റിറോ ക്രൊമാറ്റിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ഡെൻസ്ലി പാക്ഡ്, ഇയാൾ ലൂസ്ലി പാക്ഡ്. ക്ലിയർ അല്ലേ? അടുത്തത് ഇവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നന്നായിട്ട് നടക്കുക. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ഇതോ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. ക്ലിയർല സ്ഥിരം ചോദ്യമാണ്. ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് പ്രൊഡ്യൂസ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത്. നമുക്കറിയാം, എസ് സ്ട്രെയിനെ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു, മൈസ് ചത്തു. ആർ സ്ട്രെയിനെ ഇഞ്ചക്ട് ചെയ്തു, മൈസ് ചത്തില്ല, മൈസ് വാസ് ലിവിങ്. ഇനി എസ് സ്ട്രെയിനെ കൊന്നു, എന്നിട്ട് മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു, മൈസ് ജീവിച്ചു, മൈസിനൊരു കുഴപ്പമില്ല. എന്നിട്ടോ മിശ്രിതമുണ്ടാക്കി ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കില്ലഡ് എസിനെയും ജീവനുള്ള ആറിനെയും കൂടി, അല്ലെ, കില്ലഡ് എസും ജീവനുള്ള ആറും കൂടി ഇട്ട് കൊടുത്തു, മിശ്രിതം ഉണ്ടാക്കി മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു, മൈസ് ചത്തു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചത്ത എസ്സിൽ നിന്ന്, കില്ലഡ് എസ്സിൽ നിന്ന് എന്തോ ഒന്ന് ലിവിങ് ആറിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫേർഡ് ഫ്രം കില്ലഡ് എസ് സ്ട്രെയിൻ to living R bacteria and that caused transformation of R bacteria to S. അതായത് ഞാൻ ആറാണെന്ന് വിചാരിക്കുക, ചത്ത എസിൽ നിന്ന് എന്തോ ഒന്ന് എനിക്ക് കിട്ടി. Some transforming principle transferred to me from killed S bacteria and that transformed me into S bacteria. അതെന്നെ എസ് ആക്കി ട്രാൻസ്ഫോം ചെയ്തു. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഐഡന്റിഫൈ ഡിസഡ്വാൻറ്റേജ് ഓഫ് RNA ഓവർ DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ. എന്താണ് RNAയുടെ ഡിസഡ്വാൻറ്റേജ് കുട്ടികളെ? ഒന്ന്, 2' ഗ്രൂപ്പ് ഇൻ റൈബോസ്. RNAയിൽ റൈബോസും DNAയിൽ ഡിയോക്സി റൈബോസും അല്ലേ? ഈ 2' ഈസ് റിയാക്റ്റീവ്. ഇതൊരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് പാർട്ട്. സോ ഇറ്റ് മേക്ക് RNA മോർ റിയാക്റ്റീവ്, സോ ലെസ് സ്റ്റേബിൾ ദാൻ DNA. രണ്ടാമത്തെ കാര്യം, RNA ആക്ട് ആസ് കാറ്റലിസ്റ്റ്. RNA ഒരു എൻസൈം ആയിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഇൻവോൾവ് ഇൻ കെമിക്കൽ റിയാക്ഷൻ, സോ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ചേഞ്ച്. അത് ചേഞ്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സ്പ്ലെയിൻ സെൻട്രൽ ഡോഗ്മ. ഹു പ്രപ്പോസ് ഇറ്റ്? എന്താ സെൻട്രൽ ഡോഗ്മ? DNA-യിൽ നിന്ന് എന്തുണ്ടാകും കുട്ടികളെ? DNA-യിൽ നിന്ന് RNA ഉണ്ടാകും, ശരിയല്ലേ? RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ഡോഗ്മ. DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേര് ചോദിക്കാറുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ. RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതോ ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി DNA-ക്ക് റെപ്ലിക്കേഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുക? വീണ്ടും DNA ഉണ്ടാവുക. ഇനി ഹൂ പ്രപ്പോസ് ഇറ്റ്? ആരാ പ്രപ്പോസ് ചെയ്ത കുട്ടികളെ? ഇറ്റ് ഈസ് ബൈ ഫ്രാൻസിസ് ക്രിക്ക് അല്ലേ? വെരി ഗുഡ്. ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഒബ്സർവ് ദ ഡയഗ്രം. ഈ ഡയഗ്രം ഒന്ന് പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾ, ഇതിനകത്ത് തെറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. എടാ മക്കളെ, ഇവിടെ 3' ഇവിടെ 5' ആണെങ്കിൽ ഈ സ്ട്രാൻഡിൽ 5' നിന്നും തുടങ്ങി കണ്ടിന്യൂസ് സിന്തസിസ് അല്ലേ നടക്കേണ്ടത്? ഇവിടെയല്ലേ ഡിസ്കണ്ടിന്യൂസ് വേണ്ടത്? ശരിയല്ലേ? അപ്പൊ അതാണ് തെറ്റ്. തെറ്റ് തിരിച്ച് വരയ്ക്കാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ആൻഡ് വാട്ട് ഡസ് ദിസ് ഡയഗ്രം ഇൻഡിക്കേറ്റ്? ഈ ഡയഗ്രം എന്തിനാണ് മക്കളെ കാണിക്കുന്നത്? ഈ ഡയഗ്രം കാണിക്കുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ്. ദിസ് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. വാട്ട് ഇസ് ഫംഗ്ഷൻ ഓഫ് DNA ലൈഗേസ്? ലൈഗേസിന്റെ ഫംഗ്ഷൻ എന്താ? ഈ കഷ്ണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. എന്താ വിളിക്കുക? ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ആ ഓക്കസാക്കി ഫ്രാഗ്മെന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ലൈഗേസിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ജോയിനിങ് ഓഫ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഡിസ്ക്രൈബ് ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനിലെ വ്യത്യസ്ത സ്റ്റേജുകളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു DNA-യിലെ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങല് പ്രൊമോട്ടർ എന്ന് പറയുന്ന സീക്വൻസിൽ നിന്നാണ്. ടെർമിനേറ്ററിൽ എത്തുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കും, അല്ലേ? നമുക്ക് നമ്മളെ ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന ആളാണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. എന്താണ് പുള്ളിക്കാരന്റെ പേര്? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. മക്കളെ, ഈ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ഈ പ്രൊമോട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ RNA പോളിമറൈസിലേക്ക് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരാൾ വന്ന് ബൈൻഡ് ചെയ്യും. ആരാ ബൈൻഡ് ചെയ്യുക? സിഗ്മ ഫാക്ടർ വന്നിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ അയാൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങും. സോ അറ്റ് പ്രൊമോട്ടർ സീക്വൻസ് sigma factor bind to RNA polymerase that lead to initiation of transcription. അത് ട്രാൻസ്ക്രിപ്ഷന്റെ ഇനീസിയേഷന് കാരണമാകും. ഇനി അടുത്തത് ഡ്യൂറിങ് ഇലോങ്ങേഷന്റെ സമയത്ത് നോക്കൂ, ഇത് പ്രൊമോട്ടർ ആണ്, ടെർമിനേറ്റർ ആണ്. അതിന്റെ ഇടയിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുക. അതിന്റെ ഇടയിലുള്ള ഭാഗത്തെയാണ് സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുക. ഈ സ്ട്രക്ചറൽ ജീനിൽ 2 തരം സ്ട്രാൻഡുകൾ ഉണ്ട്. ഒരു സ്ട്രാൻഡിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കും, ഒരു സ്ട്രാൻഡിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക, മറ്റേ സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. നോക്കൂ, ഇതിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് RNA ഉണ്ടാവുക. അപ്പൊ ഇലോങ്ങേഷൻ ഫേസിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നോക്കൂ, ഫസ്റ്റ് ഫേസ് നമ്മൾ പറഞ്ഞു, പ്രൊമോട്ടർ എത്തുമ്പോൾ സിഗ്മ ഫാക്ടർ
RNA polymerase bind ചെയ്യും, that lead to initiation. In elongation, during elongation, RNA is formed based on template strand. Template sequence base ചെയ്തിട്ട് RNA ഉണ്ടാവും. So that phase is called elongation. ഇനി ലാസ്റ്റ് ഫേസ് ആണ്, മൂന്നാമത്തെ ഫേസ് ആണ് termination phase. മൂന്നാമത്തെ ഫേസ് എന്താണ്? termination phase. So what is termination? Look, when RNA polymerase reach terminator, RNA polymerase മുന്നോട്ട് പോയി ടെർമിനേറ്ററിൽ എത്തുമ്പോൾ റോ ഫാക്ടർ എന്ന് പറയുന്ന ഒരാൾ അതിലേക്ക് ബൈൻഡ് ചെയ്യും. ഇതാണ് റോ എന്നാ വായിക്കേണ്ടത് കേട്ടോ. റോ ഫാക്ടർ ബൈൻഡ് ടു RNA polymerase that lead to termination of transcription. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷന്റെ 3 സ്റ്റെപ്പുകൾ ഓർത്തു വെച്ചോ. Now genetic code is universal. Substantiate this statement. Genetic code universal ആണ് because it is same from bacteria to humans. Okay, bacteria മുതൽ it is same from bacteria to humans with very few exception. അതുകൂടെ എഴുതി കൊടുക്കണം. കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്, but otherwise സെയിം ആണ്. Mention any 2 other salient features of genetic code. വേറെ ഏതെങ്കിലും ഫീച്ചർ പറയാൻ പറ്റുമോ? ഒന്ന്, ജെനറ്റിക് കോഡ് എന്താണ്? ട്രിപ്ലെറ്റ് ആണ്. അടുത്തൊരു കാര്യം, സ്റ്റോപ്പ് കോഡോണുകൾ പഠിച്ചോളൂ. നോക്കൂ, സ്റ്റോപ്പ് കോഡോൺ പഠിക്കാനുള്ള ഐഡിയ സ്ഥിരമായിട്ട് ഞാൻ പറയുന്നതാണ്. ആഗ് ആഗ, താഴോട്ട് എഴുതി നോക്ക്. ആഗ് ആഗ എന്ന് താഴോട്ട് എഴുതിക്കൊണ്ടിരുന്നാൽ മതി. എന്നിട്ട് വായിക്കുമ്പോൾ UAA, UAG, UGA, ആഗ് ആഗ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ആഗ് ആഗ എന്നിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. സോ ദീസ് ആർ സ്റ്റോപ്പ് കോഡോൺസ്. ഇനി അടുത്തത് സ്റ്റാർട്ട് കോഡോൺ. നോക്കൂ, AUGക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് കോഡ് ഫോർ മെത്തിയോണിൻ, അയാൾ മെത്തിയോണിന് വേണ്ടി കോഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സ്റ്റാർട്ട് കോഡോൺ, അയാൾ ഒരു സ്റ്റാർട്ട് കോഡോൺ ആണ്. സോ ദീസ് ആർ ദ സാലിയന്റ് ഫീച്ചേഴ്സ്. വാട്ട് ഈസ് UTR? UTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു mRNA, എൻ്റെ കുട്ടികൾ ഒരു mRNA എടുത്താൽ അതിൽ സ്റ്റാർട്ട് കോഡോൺ AUG ഉണ്ടല്ലോ, ഇറ്റ് ഈസ് യുവർ സ്റ്റാർട്ട് കോഡോൺ. സപ്പോസ് ഇവിടെ സ്റ്റോപ്പ് കോഡോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ ഇടയിലുള്ള ഭാഗത്ത് മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ, ഇവിടുന്ന് മാത്രമേ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ. സ്റ്റോപ്പ് കോഡോണിന് ശേഷമുള്ള ഭാഗത്ത് നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല, സ്റ്റാർട്ട് കോഡോണിന്റെ മുൻപുള്ള ഭാഗത്ത് നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല. ഈ ഭാഗങ്ങളെയാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് അല്ലെങ്കിൽ UTRകൾ എന്ന് പറയുന്നത്. Now, scientists contributed to deciphering of genetic code. ഒരു സ്ഥിരം ചോദ്യമാണ്. ആരൊക്കെയാണ് കുട്ടികളെ? നോക്കൂ, ജോർജ് ഗാമോ ആണ് പറഞ്ഞത് ജെനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആണെന്ന്. ജെനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആണെന്ന് പറഞ്ഞത് ജോർജ് ഗാമോ ആണ്. കെമിക്കൽ സിന്തസിസ് ഓഫ് RNA സെല്ലിന് പുറത്ത്, സെൽ ഫ്രീ സിന്തസിസ് ഓഫ് RNA, സെല്ലിന് പുറത്ത് RNA ഉണ്ടാക്കിയ ആളാണ് ഹർഗോബിന്ദ് ഖൊരാന. ക്ലിയർ അല്ലേ? നൗ സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, സെല്ലിന് പുറത്ത് പ്രോട്ടീൻ ഉണ്ടാക്കിയ ആളാണ് മാർഷൽ നിരൻബർഗ് എന്ന് പറയുന്നയാള്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി പലപ്പോഴും ചോദിക്കാറുണ്ട്, സെവരോ ഒഖോവ എൻസൈം എന്ന് പറയുന്ന എൻസൈം എന്താണെന്ന് ചോദിക്കാറുണ്ട്. സെവരോ ഒഖോവ എൻസൈം. അപ്പൊ നിങ്ങൾ പറയണം ദാറ്റ് ഈസ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് ആണെന്ന് പറയണം കേട്ടോ. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബോട്ടണിയിൽ നിങ്ങൾക്ക് 5 ചാപ്റ്ററേ ഉള്ളൂ, സോളജിയിൽ 8 ചാപ്റ്റേഴ്സ് ആണ്. മെനി ആർ ബിഗ് ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എൻട്രൻസിനൊക്കെ പോവുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള എൻറ്റയർ +1 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി യു ടേക്ക് all these subject. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്ട് ചാപ്റ്റർ ഏതാണെന്നറിയോ? ദിസ് ഈസ് ജെനറ്റിക്സ് 2 ആൻഡ് ജെനറ്റിക്സ് 1. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ, ദീസ് ആർ സം ബിഗ് ചാപ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ടേക്ക് ടൈം. ഓക്കെ, റൈറ്റ്. അടുത്തത്, ഇൻ യൂകാരിയോട്ട് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. ഏതൊക്കെയാണ് യൂകാരിയോട്ടിലെ ജീൻ എക്സ്പ്രഷന്റെ റെഗുലേഷന്റെ ലെവല്? ഒന്ന്, ട്രാൻസ്ക്രിപ്ഷൻ നടത്തണ്ടെന്ന് തീരുമാനിച്ചാൽ പോലെ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. 2, ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് HNRNA ഉണ്ടായി കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ പ്രോസസ്സിംഗ് നടന്ന് mRNA ആയാലും അതിന്റെ ട്രാൻസ്പോർട്ട് ലെവലിൽ, mRNAയുടെ ട്രാൻസ്പോർട്ട് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി ട്രാൻസ്പോർട്ട് നടന്നാലും കുഴപ്പമില്ല, നമുക്ക് ട്രാൻസ്ലേഷൻ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ലെവൽസ്. അടുത്തത് ലാക്കോപ്രോൺ ആണ്. ലാക്കോപ്രോൺ ലാക്ടോസിന്റെ പ്രസൻസിൽ വരക്കാനാണ് പറഞ്ഞത്. ഇഫ് ലാക്ടോസ്, നോക്കൂ, ഈ മീഡിയത്തിൽ ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ് 2 പേരുണ്ടെങ്കിലും നോക്കൂ, അവർ പോയിട്ട് ഈ റിപ്രസറിലേക്ക് ബൈൻഡ് ചെയ്യും. അപ്പൊ റിപ്രസർ ഇനാക്റ്റീവ് ആയിട്ട് മാറും. റിപ്രസർ ഇനാക്റ്റീവ് ആയത് ഇവിടെ ഓപ്പറേറ്ററിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ നിന്ന് mRNA ഉണ്ടാകും, ശരിയല്ലേ? ആ mRNA ഉണ്ടാവും. ആ mRNAയിൽ നിന്ന് Z എന്ന് പറയുന്ന ഭാഗത്ത് രൂപപ്പെടുന്ന എന്താ? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് രൂപപ്പെടുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി Y എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടാവുക? പെർമിയേസ് ആണ് ഉണ്ടാവുക. A എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടാവുക? ട്രാൻസ് അസറ്റൈലേസ് ആണ് ഉണ്ടാവുക അല്ലെ? ട്രാൻസ് അസറ്റൈലേസ്. ഇവരുടെ ഫംഗ്ഷൻ നിങ്ങളോട് ചോദിക്കും. നമുക്ക് പെർമിയേസിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഇൻക്രീസ് പെർമിയബിലിറ്റി ഓഫ് ലാക്ടോസ് ഇൻ ടു സെൽ. സെല്ലിലേക്കുള്ള ലാക്ടോസിന്റെ പെർമിയബിലിറ്റി കൂട്ടും. ബീറ്റ ഗാലക്ടോസിഡേസിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലാക്ടോസ്. ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. നൗ എക്സ്പാൻഡ് ദ ഫോളോയിങ്. സ്ഥിരം ചോദ്യമാണ്.
What is EST? Expressed sequence tags. കേട്ടോ, expressed sequence tags. Expressed sequence tags. Okay, expressed sequence tags. അടുത്തത് BAC, bacterial artificial chromosome. Bacterial artificial chromosome. Bacterial artificial chromosome. മക്കളെ, എനിക്കറിയാം കമന്റ് ബോക്സിൽ പലർക്കും കമന്റ് ഇടാൻ സാറ് കുറച്ചുകൂടി വലുതാക്കി എഴുതിയെങ്കിൽ നന്നായി, സാറ് കുറച്ച് സ്ലോവില് പറഞ്ഞാൽ നന്നായി, സാർ അങ്ങനെ പറഞ്ഞാൽ നന്നായി, ഇങ്ങനെ പറഞ്ഞാൽ നന്നായി, സാർ എന്ത് ക്ലാസ് ആണിത്, അങ്ങനെയൊക്കെ കമന്റ് ഇടാൻ മുട്ടുന്ന ആളുകൾ ഉണ്ടാവും. നോ പ്രോബ്ലം. ഐ എം ഷൂട്ടിംഗ് ദിസ് അറ്റ് 1:30 മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഹാവൻ സ്ലെപ്റ്റ് ഫോർ പാസ്റ്റ് 1 day. ഓക്കെ, കഴിഞ്ഞൊരു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. വി ആർ ഷൂട്ടിംഗ് ദിസ് ഇൻ ബിറ്റ്വീൻ യുവർ ക്ലാസ് ഓൺലി ബിക്കോസ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വി ടു ആർ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് യു. ഓക്കെ, റൈറ്റ്. കം. സോ വാട്ട് ഈസ് YAC? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടിടുന്നതാണ് കേട്ടോ. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഉള്ള സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ തരാൻ പറ്റും അതൊക്കെ മാക്സിമം തരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും തരുന്നത്. അടുത്ത SNP, ദാറ്റ് ഈസ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം, ദാറ്റ് ഈസ് SNP. അടുത്ത VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. എന്താണ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ് VNTR. ഓക്കെ അല്ലേ? അടുത്ത് ഡ്രോ ഫ്ലോ ചാർട്ട്. ഇതൊരു സ്ഥിരം ചോദ്യമാണ്. ഈ ചോദ്യം എന്താ പറയുന്നത്? നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ഫ്ലോ ചാർട്ടാണ്. ആദ്യം എന്താ? ഐസോലേഷൻ ഓഫ് DNA ഐസോലേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഫ്രാഗ്മെന്റേഷൻ ഓർ ഡൈജഷൻ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം, എന്നിട്ട് ആ ഫ്രാഗ്മെന്റുകളെ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിൽ നിന്ന് ആ ഫ്രാഗ്മെന്റുകളെ മറ്റൊരു നൈലോൺ ഷീറ്റിലേക്കോ നൈട്രോസെല്ലോസ് ഷീറ്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് ബ്ലോട്ടിംഗ്. ബോൾട്ടിംഗ് അല്ല, ബ്ലോട്ടിംഗ് ഓർ ട്രാൻസ്ഫറിംഗ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ടു മെംബ്രെയിൻ സച്ച് as നൈട്രോസെല്ലോസ് ഓർ നൈലോൺ. അടുത്തെന്താ? ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബിൾഡ് VNTR പ്രോബ്. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഈ ഫ്രാഗ്മെന്റുകൾ VNTR പ്രോബുകൾ കൊണ്ട് ഹൈബ്രിഡൈസ് ചെയ്യുക. അതിനുശേഷം ഡിറ്റക്ഷൻ ബൈ ഓട്ടോ റേഡിയോഗ്രഫി. അത്ര പഠിച്ചാൽ മതി. ഡിറ്റക്ഷൻ ബൈ ഓട്ടോ റേഡിയോഗ്രഫി ഇത് സ്ഥിരം ചോദ്യമാണ്. ഇത് പഠിക്കാതെ പോവണ്ട. ക്ലിയർ അല്ലേ? അടുത്തത് അനലോഗസ് ഓർഗൻ എന്താണ്? അനലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് അനാട്ടമി, ഓർഗൻസ് വിത്ത് ഡിഫറെന്റ് അനാട്ടമി, വ്യത്യസ്ത അനാട്ടമിയുള്ള അവയവങ്ങൾ ബട്ട് പെർഫോമിങ് സെയിം ഫംഗ്ഷൻ, ഒരേ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോൾ ബേർഡിന്റെ ചിറക്, ഇൻസെക്ടിന്റെ ചിറക് പറക്കുന്നുള്ളതാണ്, ബട്ട് അനാട്ടമി ഈസ് ഡിഫറെന്റ് ബിക്കോസ് ആൻസെസ്റ്റേഴ്സ് ആർ ഡിഫറെന്റ്. അപ്പൊ വ്യത്യസ്ത ആൻസെസ്റ്ററുകളിൽ നിന്ന് ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ അവയവങ്ങൾ ഉണ്ടാവുക, സെയിം ഫംഗ്ഷൻ, അതാണ് സിമിലാരിറ്റി, സെയിം ഫംഗ്ഷൻ. സോ ദിസ് ഈസ് അനലോഗസ് എവല്യൂഷൻ ആണ് അല്ലെ. ഐ എം സോറി, ദിസ് ഈസ് കൺവെർജന്റ് ആണ്. സെയിം ഫംഗ്ഷൻ, വ്യത്യസ്ത ആൻസെസ്റ്ററിന് ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ ആളെ കിട്ടുകയാണ്. സോ കൺവെർജന്റ് എവല്യൂഷൻ ആണ്, കൺവെർജന്റ് എവല്യൂഷൻ ആണ്. ഇനി ഹോമോലോഗസോ? ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റാ. ഹോമോലോഗസ് എങ്ങനെയാ വരിക? ഹോമോലോഗസ് സമയമുള്ളവർ ഇത് കണ്ടുപോയിട്ട് പോയാൽ മതി കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാസ്റ്റ് പാർട്ട് അത് ഹോമോലോഗസ്. ഹോമോലോഗസ് ഓർഗൻസ് വിത്ത് സെയിം അനാട്ടമി ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ. സെയിം അനാട്ടമി ഡിഫറെന്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ഉദാഹരണം ഉണ്ട്. അപ്പോൾ മനുഷ്യന്റെ ഫോർലിംബ് എന്ന് പറഞ്ഞാൽ കൈകളാണ്. ചീറ്റയുടെ പറഞ്ഞാൽ അതിന്റെ ഫോർലിംബ് മുന്നിൽ തലയുടെ അടുത്തുള്ള കാലുകളാണ്. വെയിലിന്റെ ഫോർലിംബ് തുഴകളാണ്. ബാറ്റിന്റെ ചിറക് പോലെയാണുള്ളത്. പക്ഷെ എല്ലാത്തിനെയും അനാട്ടമി സെയിം ആണ്, ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അതിനാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുക. അപ്പൊ അൾട്ടിമേറ്റ്ലി നോക്കൂ, നോക്കൂ, മനുഷ്യനും ബാറ്റും ചീറ്റയും ഒക്കെ സെയിം ആൻസെസ്റ്ററിൽ നിന്നാണ് ഉണ്ടായത്, ഒരേ പൂർവികനിൽ നിന്നാണ് ഉണ്ടായത്, ഒരേ പൂർവികൻ, പക്ഷെ വ്യത്യസ്ത ഫംഗ്ഷനുകൾ. ഒരേ പൂർവികൻ, വ്യത്യസ്ത ഫംഗ്ഷൻ, വ്യത്യസ്ത ഫംഗ്ഷനുകൾ. കൺവെർജന്റ് എവല്യൂഷൻ ആണ്. എന്താണ് മക്കളെ? കൺവെർജന്റ് എവല്യൂഷൻ ആണ്. ക്ലിയർ അല്ലേ? സെയിം ആൻസെസ്റ്റർ, ഒരേ പൂർവികനിൽ നിന്ന് വ്യത്യസ്ത ഫംഗ്ഷൻ. സോ ദാറ്റ് ഈസ് കൺവെർജന്റ് എവല്യൂഷൻ. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് അനലോഗസ് ഓർഗൻ ആണ്. ടോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല കുക്കുർബിറ്റ വ്യത്യസ്ത ഫംഗ്ഷൻ ആണ്, ഹോമോലോഗസ് ആണ്. ഓക്കെ, അടുത്തത് വെർട്ടിബ്രേറ്റ് ഹാർട്ട് ആൻഡ് ബ്രെയിൻ. വെർട്ടിബ്രേറ്റുകളെല്ലാം തന്നെ ഒരേ പൂർവികനിൽ നിന്നുണ്ടായവരാണ്, ഹോമോലോഗസ് ആണ്. ഐ ഓഫ് ഒക്ടോപസ് മാമൽ ഒരേ ഫംഗ്ഷൻ ആണ്, പക്ഷെ നോക്കൂ വേറെ സിമിലാരിറ്റി ഒന്നുമില്ല. ഫ്ലിപ്പർ ഓഫ് പെൻഗിൻ ആൻഡ് ഡോൾഫിൻ. പെൻഗിൻ ഒരു ബേർഡ് ആണ്, ഡോൾഫിൻ ഒരു മാമലാണ്, പക്ഷെ രണ്ടുപേരും ഫംഗ്ഷൻ ഒന്നായതുകൊണ്ട് തന്നെ അതും അനലോഗസ് ഓർഗൻ ആണ്. ഇനി അതുപോലെ അനലോഗസിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ. ഇത് ചോദിക്കാറുണ്ട്. നോക്കൂ, സബ്സ്റ്റാൻഷിയേറ്റ് എന്നും ചോദിക്കാറുണ്ട്. പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടാറ്റോയും, സ്വീറ്റ് പൊട്ടാറ്റോ കേട്ടോ, സ്വീറ്റ് പൊട്ടാറ്റോ, പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടാറ്റോയും. നോക്കൂ, സ്വീറ്റ് പൊട്ടാറ്റോ റൂട്ട് മോഡിഫിക്കേഷൻ ആണ്, പൊട്ടറ്റോ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അനാട്ടമി ഡിഫറെന്റ് ആണ്, പക്ഷെ ഫംഗ്ഷൻ ഫുഡിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. സോ അനലോഗസ് ഓർഗൻ ആണ്. No. What is adaptive radiation? Adaptive radiation എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു കോമൺ പോയിന്റിൽ നിന്ന്, അതായത് കോമൺ ആൻസെസ്റ്ററുകളിൽ നിന്ന് ഒരുപാട് ജീവികൾ ഉണ്ടാവുകയും അവർ വ്യത്യസ്ത ഹാബിറ്റേറ്റുകളിലേക്ക് കുടിയേറുകയും ചെയ്യുക.
എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രദേശത്ത് വ്യത്യസ്ത ജീവികൾ എവോൾവ് ചെയ്യുക, പറഞ്ഞ എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ്, അതായത് കോമൺ ആൻസസ്റ്ററിൽ നിന്ന് തുടങ്ങുക, സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ് ആൻഡ് റേഡിയേറ്റിംഗ് ടു ഡിഫറെൻറ്റ് ഹാബിറ്ററ്റ്സ്. ആ പ്രദേശത്ത് തന്നെയുള്ള വ്യത്യസ്ത ഹാബിറ്റേറ്റുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുക, അവിടേക്ക് പോവുക, അവിടെ താമസം തുടങ്ങുക. ക്ലിയർ ആണോ? എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ് റേഡിയേറ്റിംഗ് ടു ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളുകളിൽ ഒന്നാണ് ഡാർവിൻസ് ഫിഞ്ചസ് ഓഫ് ഗാലപ്പഗോസ്. ഗാലപ്പഗോസിലെ ഡാർവിൻ്റെ ഫിഞ്ചുകൾ. വേറെ ഇതിന് 2 എക്സാമ്പിളാണ് ചോദിച്ചത്. ഒന്ന് ഓസ്ട്രേലിയയിലെ മാർസൂപ്പിയൽസ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് നല്ല ഒരു എക്സാമ്പിളാണ്. അടുത്തതാണ് ഓസ്ട്രേലിയൻ പ്ലാസെൻ്റൽ മാമൽസ്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെയുള്ള പ്ലാസെൻ്റൽ മാമലുകൾ മറ്റൊരു നല്ല ഉദാഹരണമാണ് പ്ലാസെൻ്റൽ മാമൽസ്. അടുത്തത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആരാ പ്രപ്പോസ് ചെയ്തത്? ഡാർവിനാണ് പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ അല്ലേ? യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗാൻസ് ആരാ പ്രപ്പോസ് ചെയ്തത്? ലാമാർക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. തിയറി ഓഫ് മ്യൂട്ടേഷൻ ഹ്യൂഗോ ഡിവ്രീസ് എന്ന് പറയുന്ന ഡിവ്രീസ് ആണ് പ്രപ്പോസ് ചെയ്തത്. തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ ഡിസ്പ്രൂവ്ഡ് ബൈ, തെറ്റാണെന്ന് തെളിയിച്ചത് ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്ചർ ആണ്. എൽ പാസ്ചർ എന്ന് എഴുതി വെച്ചാലും മതി. ലൂയിസ് പാസ്ചർ ആണ് തെളിയിച്ചത്. നൗ ഡിഫൈൻ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എന്താ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്? ദ അലീലിക് ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസീസ് വിൽ ബി സ്റ്റേബിൾ, അത് സ്റ്റേബിൾ ആയിരിക്കും, ചേഞ്ച് വരില്ല. ആൻഡ് കോൺസ്റ്റന്റ്, രണ്ടും അർത്ഥം തന്നെ, കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ജനറേഷൻ ടു ജനറേഷൻ അലീലിക് ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ചും വരില്ല. അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ഈസ് സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസി ഈക്വൽ ടു 1. ഇതുകൂടെ എഴുതണം. സം ടോട്ടൽ ഓഫ് ഓൾ ഫ്രീക്വൻസീസ്, എല്ലാ അലീലുകളുടെയും ഫ്രീക്വൻസി കൂട്ടിയാൽ 1 ആണ് കിട്ടുക. ഇപ്പൊ ഉദാഹരണത്തിന്, ഇഫ് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു പി ആൻഡ് ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി ഈക്വൽ ടു ക്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ ഓൾവേസ് ഈക്വൽ ടു 1. പിയും ക്യൂവും കൂടെ കൂട്ടി എന്താ വരിക? 1 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഫ്രീക്വൻസി എഫ് ഓഫ് ടി ഈക്വൽ ടു പി, ഫ്രീക്വൻസി ഓഫ് ടി പി ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി പി സ്ക്വയർ ആയിരിക്കും. ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി ക്യൂ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി സ്മോൾ ടി 2pq ആയിരിക്കും എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. ക്ലിയർ ആണോ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. നൗ മെൻഷൻ എനി 4 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ് കുട്ടികളെ? ക്യാൻ യു സേ വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? ഓക്കെ, വെരി ഗുഡ്. ജീൻ മൈഗ്രേഷൻ അല്ലേ? ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയും. രണ്ടാമത്തെ എന്താ? ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്, വെറും ഡ്രിഫ്റ്റ് അല്ല, ജനറ്റിക് ഡ്രിഫ്റ്റ്. അടുത്തെന്താ? ജനറ്റിക് റീകോമ്പിനേഷൻ. എന്താണ് ജനറ്റിക് റീകോമ്പിനേഷൻ? ഓക്കെ, നാലാമത്തെ എന്താ? നാച്ചുറൽ സെലക്ഷൻ. ഒക്കെ പറഞ്ഞേ, നാച്ചുറൽ സെലക്ഷൻ. അഞ്ചാമത്തെ എന്താ? മ്യൂട്ടേഷൻ. ചോദിക്കാറുണ്ട് ഹാർഡി-വെയിൻബർഗ് ഫാക്ടറിനെ, ഹാർഡി-വെയിൻബർഗ് ഇക്വേഷനെ, ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഈ ഹാർഡി-വെയിൻബർഗ് ഇക്വേഷനിലേക്ക് വന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട്. പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഓൾസോ ഈക്വൽ ടു 1 ആണ്. ഈ 2 കാര്യങ്ങളൂടെ എഴുതണം അതിന്റെ കൂടെ കേട്ടോ. ഈ ഒരു ബോക്സിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഈ ടേബിളിൽ കാണുന്നത്, ഇവിടെ ഈ ഒരു ഈ ബോർഡിൽ കാണുന്നത്, ഇതിൽ കാണുന്ന എല്ലാം തന്നെ നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഈ 2 കാര്യം എഴുതുക, എന്നിട്ട് ഇക്വേഷൻസ് എല്ലാം എഴുതുക, എന്നിട്ട് ഓരോന്നും എന്താണെന്ന് എഴുതി വെക്കുക. എന്നതിന് ശേഷം അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്തത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്റ്റർബൻസസ് ഇൻ ജനറ്റിക് ഇക്വിലിബ്രിയം? ഈ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ലീഡ് ടു എവല്യൂഷൻ. അതെന്തിന് കാരണമാകും? എവല്യൂഷന് കാരണം. ഇറ്റ് ലീഡ് ടു എവല്യൂഷന് കാരണമാകും. നാച്ചുറൽ സെലക്ഷൻ പല രീതിയിലുണ്ട്. ഏതൊക്കെയാണ് വ്യത്യസ്ത തരം നാച്ചുറൽ സെലക്ഷൻ? ഒന്ന്, സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലൈസേഷന്റെ പ്രത്യേകത, നാച്ചുറൽ സെലക്ട് മീൻ ക്യാരക്ടർ. അപ്പൊ നിങ്ങൾക്ക് വളരെ പീക്ക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. നിങ്ങൾ NCERT ഒരു ഗ്രാഫ് കാണുന്നുണ്ടാവും. ആ ഗ്രാഫ് വളരെ പീക്ക് നാരോ ആയിട്ട് മാറും, നാരോ പീക്ക് ആയിട്ട് മാറും. നടുവിലായിരിക്കും വരിക കേട്ടോ ഗ്രാഫിന്റെ പീക്ക് നടുവിലായിരിക്കും വരിക. ബിക്കോസ് ലുക്ക്, ഇവിടെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, ഹൈറ്റ് കൂടിയ ആൾക്കാർ, നാച്ചുറൽ മീൻ ഹൈറ്റ് ഉള്ളവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ഹിയർ നാച്ചുറൽ സെലക്ട് മീൻ, അതായത്
അതായത് ക്യാരക്ടറുകളുടെ ഹൈറ്റ് കുറവ് ഹൈറ്റ് കൂടുതൽ അതിൽ മീൻ ക്യാരക്ടറാണ് നാച്ചുറൽ സെലക്ട് ചെയ്യുന്നു. ഇഫ് നാച്ചുറൽ സെലക്ട് മീൻ ക്യാരക്ടർ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെബിലൈസേഷൻ. പീക്ക് ബിക്കം നാരോ, പീക്ക് നാരോ ആയിട്ട് മാറും ആൻഡ് സ്റ്റീപ്പർ, നല്ല ഉയരം ഉണ്ടാവും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി അടുത്താണ് ഡയറക്ഷണൽ. ലുക്ക് ഹിയർ നാച്ചുറൽ സെലക്ട് ക്യാരക്ടർ അറ്റ് എനി വൺ സൈഡ്. ഇപ്പൊ ഉദാഹരണത്തിന് ഹൈറ്റ് കൂടിയവരെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്യുക. ഹൈറ്റ് കൂടിയവർ ഇവിടെയാണ്. അപ്പൊ നോക്കൂ, ഈ പീക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറും. കണ്ടോ, പീക്ക് ഇത്ര ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നടുവിലല്ല പീക്ക് വരിക, ഒരു സൈഡിലാണ് വരിക. സോ പീക്ക് ഷിഫ്റ്റ് ടു വൺ ഡയറക്ഷൻ ബിക്കോസ് നാച്ചുറൽ സെലക്ട് ക്യാരക്ടർ അറ്റ് എനി വൺ സൈഡ്. ഇതിൽ ഒരു സൈഡിലുള്ള ക്യാരക്ടറിനെ നാച്ചുറൽ സെലക്ട് ചെയ്യുള്ളൂ. അതാണ് ഡിസ്റപ്റ്റീവ്. സപ്പോസ് നാച്ചുറൽ ഹൈറ്റ് കൂടിയവരുടെ എണ്ണവും കൂടി, ഹൈറ്റ് കുറഞ്ഞവരുടെ എണ്ണവും കൂടി, എന്നാൽ നടുവിലുള്ളവരുടെ എണ്ണം കുറഞ്ഞു. സോ ഹിയർ നാച്ചുറൽ സെലക്ട് ക്യാരക്ടർ അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് other than mean character. അല്ലെങ്കിൽ here natural selects character at both ends. രണ്ട് എൻഡിലുള്ള ക്യാരക്ടർ നാച്ചുറൽ സെലക്ട് ചെയ്താൽ that is called disruptive natural selection. ക്ലിയർ അല്ലേ? 4 മാർക്കിനാണ് രണ്ടും കൂടെ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ പൂർവികന്മാരെ കുറിച്ചുള്ള കഥയാണ്. ഹ്യൂമൻ ലൈക്ക് ബീങ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി 650 to 800. ആരാന്നറിയോ? ഹോമോ ഹബിലിസ് ആണ്. 1400 നിയാണ്ടർത്താലാണ്. അതിനിത് പഠിക്കണം. ഓക്കെ, ഡ്രയോപിത്തേക്കസ് ആദ്യത്തെ ആള്, റാമാപിത്തേക്കസ് രണ്ടാമത്തത്, ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹബിലിസ്, ദെൻ ഹോമോ ഇറക്റ്റസ്, നിയാണ്ടർത്താൽ, ഹോമോ സാപ്പിയൻസ്. ഇതാണ് ഓർഡർ. ഓക്കെ, നോക്കൂ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇവർക്ക് പറഞ്ഞത് ഡ്രാഹെൻസ് എങ്ങാണ്ട് ഓർത്താൽ മതി. ഡ്രാഹെൻസ്. ഓക്കെ, ഡ്രാഹെൻസ് എന്ന് ഓർത്താൽ മതി. എന്താ ഡ്രാഹെൻസ്? ഡ്രയോപിത്തേക്കസ്, റാമാപിത്തേക്കസ്, ഓസ്ട്രലോപിത്തേക്കസ്, ഹബിലിസ്, ഹോമോ ഹബിലിസ്, ഇറക്റ്റസ്, ഹോമോ ഇറക്റ്റസ്, നിയാണ്ടർത്താൽ മാൻ, ഹോമോ സാപ്പിയൻസ്. ക്ലിയർ ആണല്ലോ? ഇതിൽ ബ്രെയിൻ കപ്പാസിറ്റി നിങ്ങൾ ആകെ പഠിക്കുന്നത് നിയാണ്ടർത്താലിന്റെ ബ്രെയിൻ കപ്പാസിറ്റി 1400, ഇറക്റ്റസിൻ്റെത് 900, 650 to 800 ക്യൂബിക് സെന്റിമീറ്റർ ഹബിലിസിൻ്റെത്. ഇനി ഏറ്റവും കൂടുതൽ എയ്പ്പിനെ പോലെ, ആൾക്കുരങ്ങിനെ പോലെ ഉണ്ടായ നമ്മുടെ ഏറ്റവും പഴയ പൂർവികനാണ് ഡ്രയോപിത്തേക്കസ്. ആ പൂർവികരിൽ കുറച്ചുകൂടെ മനുഷ്യനെ പോലെ തോന്നുന്ന ആളായിരുന്നു റാമാപിത്തേക്കസ്. വാസ് മോർ മാൻ ലൈക്ക്. ഡ്രയോപിത്തേക്കസ് വാസ് മോർ എയ്പ്പ് ലൈക്ക്. ക്ലിയർ അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. നൗ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ബാരിയേഴ്സ് ഏതൊക്കെയാ? 4 ടൈപ്പ് ബാരിയേഴ്സ്. ഒന്ന് ഫിസിക്കൽ ബാരിയർ അല്ലെ, ഒന്നാമത്തെ ഫിസിക്കൽ ബാരിയർ. 2 ഫിസിയോളജിക്കൽ ബാരിയർ. രണ്ടാമത്തെ എന്താ? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എന്താ കുട്ടികളെ? സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. എന്താണ് സെല്ലുലാർ ബാരിയേഴ്സ്? നാലാമത്തെ എന്താ കുട്ടികളെ? സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ്. എന്താണ് സൈറ്റോകൈൻ ബാരിയേഴ്സ്? ഫിസിക്കൽ ബാരിയറുകളിൽ എന്തൊക്കെയാ വരുന്നത്? സ്കിന്ന് വരും, മ്യൂക്കസ് കോട്ടിങ് വരും, ശരീരത്തിന്റെ വിവിധ ഭാഗത്തുള്ള മ്യൂക്കസ് കോട്ടിങ് വരും. ഫിസിയോളജിക്കൽ നമ്മുടെ വായയിലുള്ള സലൈവ വരും, നമ്മുടെ കണ്ണുനീരിലുള്ള ടിയേഴ്സ് വരും. നമ്മുടെ കണ്ണുനീരൊക്കെ രോഗാണുക്കളുടെ വളർച്ചയെ തടയും. ഇനി നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡ് ഉണ്ട്, ആസിഡ് വരും. സെല്ലുലാർ ബാരിയേഴ്സ് നമ്മുടെ പലതരത്തിലുള്ള WBCകൾ. ആരൊക്കെയാ പലതരം WBCകൾ? ഒന്ന് ന്യൂട്രോഫിലിന്റെ മറ്റൊരു പേരാണ് PMNL. NCERT പ്രകാരം മറ്റൊരു പേരാണ് PMNL. ശരിക്കും ഇതിൽ വേറെ പല കാര്യങ്ങളും പറയാനുണ്ട്, അതിലിപ്പോൾ നിങ്ങളെ പഠിച്ചാൽ മതി. അടുത്ത NK സെൽ, നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്ന സെല്ല്. അടുത്തത് മോണോസൈറ്റ്. ഇതൊക്കെ വ്യത്യസ്ത തരം WBCകളാണ്. ക്ലിയർ അല്ലടാ? ഇനി അടുത്തത് നോക്കൂ, WBCകൾ അല്ലാത്ത വേറെ ടീമുണ്ട്, അവരാണ് മാക്രോഫേജുകൾ. ഇവരെല്ലാം തന്നെ സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. സൈറ്റോകൈൻ ബാരിയേഴ്സിന്റെ ഉദാഹരണമാണ് ഇന്റർഫെറോൺ. ഈ ഉദാഹരണം ചോദിക്കൂ കേട്ടോ. ഇന്റർഫെറോൺ വൈറസിനെതിരെ നമ്മുടെ സെല്ലുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണ് ഇന്റർഫെറോൺ. അതിന്റെ സഹായത്തോടെ വൈറസുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. ക്ലിയർ അല്ലേ കുട്ടികളെ? എല്ലാത്തിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. നോക്ക്, നിങ്ങളുടെ ബോഡി ആന്റിബോഡി, ഇഫ് ആന്റിബോഡി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഇമ്മ്യൂൺ സിസ്റ്റം, ഇറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി, ഹിയർ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഗിവൺ ഫ്രം ഔട്ട്സൈഡ്. പുറമെ നിന്ന് നമുക്ക് റെഡിമെയ്ഡ് ആന്റിബോഡി കിട്ടുന്നു. ഉദാഹരണം ആന്റിവെനം. നമ്മളെ പാമ്പ് കടിക്കുമ്പോൾ സ്നേക്ക് വെനത്തിനെതിരെ, പാമ്പ് വിഷത്തിനെതിരെ നമ്മൾ ആന്റിവെനം പുറത്തുനിന്ന് വെക്കാറുണ്ട്. ഇറ്റ്സ് എ റെഡിമെയ്ഡ് ആന്റിബോഡി. അമ്മയുടെ കൊളസ്ട്രോളിലൂടെ, അമ്മയുടെ മഞ്ഞപ്പാലിലൂടെ ധാരാളം IG ആന്റിബോഡി കിട്ടാറുണ്ട് പുറമേ നിന്ന്. ഇറ്റ്സ് എ റെഡിമെയ്ഡ് ആന്റിബോഡി. ഇഫ് റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ given to the body, it's passive. If antibodies are produced in your body, it is active. Now don't die of ignorance. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? It is about AIDS. AIDS-നെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. HIV ഇൻഫെക്ഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. List of 2 measures to prevent it. Always use condom. Avoid sex with unknown persons. Avoid drug abuse. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരില്ല. എന്താ ഡ്രഗ് അബ്യൂസ്? കാരണം ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് അടുത്ത ആൾ യൂസ് ചെയ്യും. ക്യാൻസർ കോസിങ് ഏജന്റുകളെ നമ്മൾ എന്താ വിളിക്കുക? കാഴ്സിനോജൻ എന്നാണല്ലേ വിളിക്കുക. കാഴ്സിനോജൻ എന്നാണ് വിളിക്കുക. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ കുട്ടികളെ? 2 വ്യത്യാസങ്ങൾ നമുക്ക് എഴുതാം. ബിനൈൻ ട്യൂമറിന് നോക്കൂ,
ടിഷ്യൂ സറൗണ്ടിങ് ടിഷ്യൂ ഇൻവേഷൻ. ഇപ്പോൾ സ്കിന്നിൽ നിങ്ങൾക്ക് ട്യൂമർ ഉണ്ടെന്ന് വിചാരിക്കുക, സ്കിന്നിൽ ട്യൂമർ ഉണ്ടെങ്കിലും സ്കിന്നിലേ നിൽക്കുള്ളൂ, അതിൻ്റെ അടിയിലുള്ള മസിലിലേക്കോ ബോണിലേക്കോ ഒന്നും പോകൂല. ക്ലിയർ അല്ലേ? അപ്പോൾ സറൗണ്ടിങ് ടിഷ്യൂ ഇൻവേഷൻ, ചുറ്റുപാടിലേക്കുള്ള ഇൻവേഷൻ ഇയാൾക്കില്ല, സ്കിന്നിൽ മാത്രമേ ഇയാൾ നിൽക്കുള്ളൂ. എന്നാൽ മാലിഗ്നന്റ് ട്യൂമറിന്റെ പ്രത്യേകത സറൗണ്ടിങ് ടിഷ്യൂ ഇൻവേഷൻ ഉണ്ട്. അപ്പോൾ ഇൻവേഷൻ പോസിറ്റീവ്. ഇൻവേഷൻ എഴുതിയ പോലെ സറൗണ്ടിങ് ടിഷ്യൂ ഇൻവേഷൻ സ്കിന്നിലുണ്ടെങ്കിൽ അത് മസിലിലേക്കൊക്കെ വ്യാപിക്കും, ചുറ്റുപാടുള്ള മറ്റു ടിഷ്യൂകളിലേക്ക് വ്യാപിക്കും. അടുത്തത് ബിനൈൻ ട്യൂമറിന്റെ പ്രത്യേകത, ഇയാൾക്ക് മെറ്റാസ്റ്റാസിസ് ഇല്ല. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ പകർച്ചയാണ്. ഇപ്പൊ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ രക്തത്തിലൂടെ പോയിട്ട് അത് ലിവറിലേക്കോ ലങ്ങിലേക്കോ ഒക്കെ പോവാം, അതാണ് മെറ്റാസ്റ്റാസിസ്. സോ ഇയാൾക്ക് മെറ്റാസ്റ്റാസിസ് ഇല്ല, ഇയാൾക്ക് മെറ്റാസ്റ്റാസിസ് ഉണ്ട്. മെറ്റാസ്റ്റാസിസ് പ്രസന്റ്, മെറ്റാസ്റ്റാസിസ് ആബ്സെന്റ്. ടിഷ്യൂ ഇൻവേഷൻ, സറൗണ്ടിങ് ടിഷ്യൂ ഇൻവേഷൻ പോസിറ്റീവ്, സറൗണ്ടിങ് ടിഷ്യൂ ഇൻവേഷൻ നെഗറ്റീവ്. ക്ലിയർ അല്ലേ? ഇനി ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും 2 മെത്തേഡേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് എക്സ്റേ സ്കാൻ എടുത്തൂടെ, അടുത്തത് CT സ്കാൻ എടുത്തൂടെ, അടുത്തത് MRI സ്കാൻ എടുത്തൂടെ, ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്തൂടെ, ബ്ലഡ് ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തൂടെ, അടുത്തത് ബോൺ മാരോ ടെസ്റ്റ് ചെയ്തൂടെ. സോ യു ക്യാൻ ഡു എനി ഓഫ് ദീസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി ക്യാൻസറിന്റെ തെറാപ്പീസ് ചോദിക്കാറുണ്ട്. ഒന്ന് റേഡിയേഷൻ തെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ക്യാൻസറിൽ റേഡിയേഷൻ തെറാപ്പി ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, സർജറി, ക്യാൻസർ വന്ന ഭാഗങ്ങൾ എടുത്ത് ഒഴിവാക്കാൻ പറ്റും, സർജറി. അവസാനത്താണ് ഇമ്മ്യൂണോതെറാപ്പി, രോഗിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇമ്മ്യൂണോതെറാപ്പി. സോ യു ക്യാൻ ഡു ഓൾ ദീസ്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. റൈറ്റ് ദ എഫക്ട് ഓഫ് ഫോളോയിങ്. ഒപ്പിയോയിഡിന്റെ എഫക്ട് ഉണ്ട്, ഒഫിയോയിഡ് അല്ല, ഒപ്പിയോയിഡ് ആണ് കുട്ടികളെ. ഇറ്റ് സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ, ബോഡി ഫംഗ്ഷനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇറ്റ് സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് cannabinoids? Cannabinoids act on brain. Okay, brain active. It also have effect on cardiovascular system. It act on brain. It also have effect on cardiovascular system. നമ്മുടെ ഹാർട്ടിൽ എഫക്ട് ഉണ്ട്. കൊക്ക ആൽക്കലോയിഡ്, ഇറ്റ് ആക്ട് ഓൺ ബ്രെയിൻ ആൻഡ് പ്രൊഡ്യൂസ് യൂഫോറിയ. യൂഫോറിയ എന്ന് പറഞ്ഞാൽ എ സെൻസ് ഓഫ് ഇൻക്രീസ്ഡ് എനർജി, നല്ല എനർജി ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കൂ, സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസ് നമുക്ക് കിട്ടുന്നത് എവിടുന്ന? സ്ട്രെപ്റ്റോകോക്കസിൽ നിന്നാണ്. ഇറ്റ്സ് എ ബ്ലഡ്, ഇറ്റ് റിമൂവ് ക്ലോട്ട് ഫ്രം ബ്ലഡ് വെസൽ. രക്തക്കോയിൽ നിന്ന് ക്ലോട്ട് ഒഴിവാക്കാനാണ് യൂസ് ചെയ്യുന്നത്. സൈക്ലോസ്പോറിൻ എ നമുക്ക് എവിടുന്നാ കിട്ടുക? ട്രൈക്കോഡേർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് കിട്ടുക അല്ലെ? ട്രൈക്കോഡേർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസ് നിന്നാണ് കിട്ടുക. ഇറ്റ്സ് എൻ ഇമ്മ്യൂണോ സപ്രസന്റ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറക്കാൻ വേണ്ടി, നമുക്ക് ഇമ്മ്യൂണിറ്റി ചില സാഹചര്യത്തിൽ കുറയ്ക്കേണ്ടി വരും, അങ്ങനെ യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. മൊണാസ്കസ് പെർപ്യൂരിയസിൽ നമുക്ക് കിട്ടുന്ന കെമിക്കലാണ് സ്റ്റാറ്റിൻസ്. നിങ്ങളുടെയൊക്കെ വീട്ടില് മുത്തശ്ശന്മാരും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റിനുകളാണ് കൊളസ്ട്രോളിനെതിരെ. അട്ടോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ എന്നൊക്കെ അവരെ പറയും, അത് സ്റ്റാറ്റിനുകളാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയാണ്. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആണ്. ആസ്പെർഗിലസ് നൈഗർ ഉണ്ടാക്കുന്നത് ഏതാ കുട്ടികൾ? സിട്രിക് ആസിഡ് ആണ്. ഇറ്റ്സ് എ ഫംഗസ്, ഇതൊരു ഫംഗസ് ആണ്. ഇനി അസറ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന ആരാ? അസറ്റോബാക്ടർ അസറ്റി എന്ന് പറയുന്ന ആളാണ്. അസറ്റോബാക്ടർ അസറ്റി. ഓക്കെ, അസെറ്റി കേട്ടോ, അസെറ്റി, അസറ്റോബാക്ടർ അസെറ്റിയാണ് ഉണ്ടാക്കുന്നത്. ആ പേര് തന്നെയുണ്ട്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം ഒരു ബാക്ടീരിയയാണ്, അയാൾ ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ലാക്ടോബാസിലസിൽ നമുക്ക് കിട്ടുന്ന എന്താ? ലാക്ടിക് ആസിഡ് ആണ് കിട്ടുന്നത്, ലാക്ടിക് ആസിഡ് ആണ് കിട്ടുന്നത്. ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റുകളിൽ നോക്കൂ, സെക്കാരോമൈസസ് സെറിവീസിയനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെഡും അതുപോലെ ആൽക്കഹോളും ഉണ്ടാക്കുന്നത്. ശരിയല്ലേ കുട്ടികളെ? പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്ന ബാക്ടീരിയനെ യൂസ് ചെയ്തിട്ടാണ് സ്വിസ് ചീസ് ഉണ്ടാക്കുന്നത്. രണ്ടും ഓർത്തേക്ക് കേട്ടോ, സ്വിസ് ചീസും അതുപോലെ എന്താ പറയുക സെക്കാരോമൈസസ് സെറിവീസിയനെയും ഓർത്തേക്ക്. ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് 2 തരം ട്രീറ്റ്മെന്റുകളുണ്ട്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. സോ പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്രൈമറി ട്രീറ്റ്മെന്റ് പ്രത്യേകത ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോസസ്. പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ത് മാത്രമാണ്? ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമാണ്. എന്നാൽ സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്താണ് കുട്ടികളെ? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ബയോളജിക്കൽ പ്രോസസ് ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ ആരൊക്കെ റിമൂവ് ചെയ്യുക? ഫ്ലോട്ടിംഗ് ഡെബ്രീസ്, ഒഴുകി നടക്കുന്ന കരമാലിന്യങ്ങളെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ഗ്രിറ്റ്, ചേറിനെ റിമൂവ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. രണ്ടാമത്തേലോ, ഹിയർ ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റർ ഈസ് റിമൂവ്ഡ്. ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്ററിനെയാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. നൗ രാമു കൾട്ടിവേറ്റഡ് പീ പ്ലാന്റ്സ്. നോക്കൂ, രാമു പയർ ചെടികളെ നട്ടു. എന്നിട്ട് പയർ ചെടികളുടെ വേര്, പയറിനെ പറിച്ച് ഒഴിവാക്കിയിട്ടും വേര് ഒഴിവാക്കാതെ അവിടെ തന്നെ ഇട്ടു. ഇത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ്, ഐ വിൽ ജസ്റ്റിഫൈ ആൻഡ് ഇറ്റ് ഈസ് റീസണബിൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത്
റൈസോബിയം എന്ന് പറയുന്ന സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ. റൈസോബിയം ഈസ് എ സിംബയോട്ടിക് ബാക്ടീരിയ വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ റൂട്ട് ഓഫ് പീ പ്ലാന്റ്സ്. പീ പ്ലാന്റിന്റെ റൂട്ടിനകത്ത് സിംബയോട്ടിക് ആയിരിക്കുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം. ഇത് ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. പാടത്ത് നൈട്രജൻ ഫിക്സ് ചെയ്യാനും അതുവഴി മണ്ണിന്റെ ഫലഭൂയിഷ്ടി കൂട്ടാനും സഹായിക്കും. നമുക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ വ്യത്യസ്ത ലെവലുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ഒന്നാമത്തതാണ് സ്പീഷീസ് ലെവൽ, ഒന്നാമത്തതാണ് ജനറ്റിക് ലെവൽ. 3 ലെവലുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്: ജനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവൽ, എക്കോളജിക്കൽ ലെവൽ. ക്ലിയർ ആണോ? 3 ലെവൽസ് ചോദിക്കും, 3 നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിനെ പോപ്പുലറൈസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? എഡ്വാർഡ് വിൽസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പോപ്പുലറൈസ് ചെയ്തത്. ട്രോപ്പിക്സിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളെ നന്നായി ശ്രദ്ധിച്ചോളൂ. ടെമ്പറേച്ചർ റീജിയൻ, ഇപ്പോഴുള്ള തണുപ്പ് ശൈത്യ പ്രദേശങ്ങളുണ്ടല്ലോ, അത് പണ്ട് ഒരുപാട് തവണ ഗ്ലേഷ്യറുകൾ മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ ട്രോപ്പിക്സ് അത്തരം മഞ്ഞൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ എത്രയോ കോടി വർഷങ്ങളായിട്ട് ട്രോപ്പിക്സിലെ ജീവികൾക്ക് വളരാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. മറ്റൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. ക്ലിയർ അല്ലേ? സോ അൺലൈക്ക് ടെമ്പറേറ്റിനെ പോലെ, ടെമ്പറേറ്റ് പറഞ്ഞാൽ തണുപ്പ് രാജ്യങ്ങൾ, അൺലൈക്ക് ടെമ്പറേറ്റ് റീജിയൻസ്, ട്രോപ്പിക്സ് വെർ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ്. ട്രോപ്പിക് അത്രത്തോളം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അൺഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല, മഞ്ഞ് മൂടുന്ന പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എവല്യൂഷൻ കൂടുതലായിട്ട് നടന്നു. ക്ലിയർ അല്ലേ കുട്ടികളെ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ. ട്രോപ്പിക്സ് എന്താണ്? സീസണൽ അല്ല അത്രത്തോളം. അപ്പൊ ജീവികൾ കുറച്ചുകൂടെ നന്നായിട്ട് താമസിക്കാൻ പറ്റും ഇവിടെ. മൂന്നാമത്തത് മോർ സൺലൈറ്റ് അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്സിലാണ് കൂടുതൽ സൺലൈറ്റ് ബേസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് കൂടുതൽ നടക്കുക ട്രോപ്പിക്സിലാണ്. അതുകൊണ്ട് ട്രോപ്പിക്സിൽ കൂടുതൽ ജീവികൾക്ക് താമസിക്കാൻ പറ്റുന്നു. ഹു പ്രപ്പോസ്ഡ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്? ഗൈസ്, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പറഞ്ഞു തന്ന ആള്. Then what do the letters C and Z represent? സിയും സെഡും എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? നോക്കൂ കുട്ടികളെ, സി നമുക്ക് അറിയില്ല ശരിക്കും. ലോഗ് സി ആണ് നമുക്കറിയാം. ലോഗ് സി എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇറ്റ് ഈസ് വൈ ഇന്റർസെപ്റ്റ്. അവർ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. സി എന്താന്ന് ചോദിച്ചാൽ വൈ ഇന്റർസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഇനി സെഡ് എന്താന്ന് ചോദിച്ചാൽ സെഡ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ശരിക്കും സെഡ്, സ്ലോപ്പ് ഓഫ് ഗ്രാഫ്. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം തരും, 4-5 സ്ഥലത്ത് സെഡിന്റെ വാല്യൂസ് തരും. എന്നിട്ട് എവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ ചോദിക്കും. എവിടെയാണോ സ്ലോപ്പ് കൂടുതൽ അവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. അപ്പൊ സെഡ് കൂടുതലാണെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ചോദ്യമാണ് ഈവിൾ ക്വാർട്ടറ്റ്. ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ 4 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. നോക്കൂ, 1 ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, അല്ലെ? ഹാബിറ്റാറ്റിന്റെ നാശം, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഒന്നാമത്തെ കാര്യം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തെ എന്താ കുട്ടികളെ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അനിയന്ത്രിതമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അഞ്ചാമത്തെ എന്താ? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഏലിയൻ സ്പീഷീസുകളുടെ കടന്നുകയറ്റം. മൂന്നാമത്തത് എന്താ കുട്ടികളെ? കോ എക്സ്റ്റിങ്ഷൻ. എന്താണ്? കോ എക്സ്റ്റിങ്ഷൻ ആണ് നാലാമത്തത്. ക്ലിയർ അല്ലേ? റൈറ്റ് എനി ടു എക്സിറ്റു മെത്തേഡ്. എക്സിറ്റു മെത്തേഡ് എന്തൊക്കെ പറയടാ? സോളജിക്കൽ പാർക്ക് പറഞ്ഞൂടെ, ബോട്ടാണിക്കൽ ഗാർഡൻ പറഞ്ഞൂടെ, ഇതൊക്കെ എന്താണ്? എക്സിറ്റു മെത്തേഡാണ്. ഇനി ഇൻസിറ്റു ചോദിച്ചാലോ? ഇൻസിറ്റു ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നാഷണൽ പാർക്കുകൾ പറയാൻ പറ്റും നിങ്ങൾക്ക്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് പറയാൻ പറ്റും. ഇനി അടുത്തത് നാഷണൽ പാർക്ക് പറയാം, വൈൽഡ് ലൈഫ് സാങ്ച്വറി പറയാൻ പറ്റും നിങ്ങൾക്ക്. അടുത്തത് സാക്രഡ് ഗ്രൂവുകളെ പറയാൻ പറ്റും. സേക്രഡ് ഗ്രൂവ്സ് പറയാൻ പറ്റും. നിങ്ങൾക്ക് പറയാൻ പറ്റും. ബയോസ്ഫിയർ റിസർവ് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഏത് വേണമെങ്കിലും പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് തന്നതാണ്. സോ I don't know whether നിങ്ങളത് മോർണിംഗിലൊക്കെ കാണുകയാണ് zoology, you want a quick revision, quick recap, okay, to get 20 or 30 mark. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ you can go through this is your final resort. Okay, all the best, love you all, bye bye. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ.